സമക്ഷീയമാണം വിപശ്ചിതം വിതരം വക്വാനാം മേളിം മദന്തം വിപ്രോരുവസ്തേദം രോദസിയൂർദം സത്യവാചം ഗുരുഭ്യോ നമഃ. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ഗം ഗണപതയേ നമഃ. ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാംകുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനീശ്വമേ. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തക വേദഹസ്ത അഭയവരകരാഠ്യാ പുല്ലകൽഹാര സംസ്ഥാ നിവസതു പ്രതിപാല നിത്യകല്യാണശീലാമി. ജ്വാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം ത്രിശൂലം പാദനോഭിതേ. ഭദ്രകാളീ നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. നമ. ഓം നമഃ ശിവായ. നമ. ഓം നമഃ ശിവായ. ശിവായേ നമ. ഓം നമഃ ശിവായ. ശിവായേ നമ. ഓം നമഃ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്വേഷസക്തമതം കൃതോപരുന്ധേ ഭക്തിയോഗസ്തു സക്തിമോ മഹതനുഗമലഭ്യം ഭക്തിരേവത്ര സാധ്യ കപിലതനുരിതി ത്വം ശ്രീദേവഭൂത്യൈ നകാദീ. ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ സംഭാഷണ വിഷയം. കപിലഗീത മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ശൈലിയിൽ അതെങ്ങനെ സംഗ്രഹിച്ചു പറയാമോ അതെല്ലാം തന്നെ തുടങ്ങി അതിന് വിശദമായിട്ടുള്ള മലയാള ആവിഷ്കരണവും കൂടി നമ്മൾ കൈകാര്യം ചെയ്തു. മതിരിഹ ഗുണസക്ത ബന്ധകൃത്യേഷു അസക്ത അമൃതകൃതോ വരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവത്ര സാധ്യ കപില തനുരിതി ത്വം ദേവഹുത്യൈ നഗാതി. ഇവിടെ ഭക്തിയുടെ ആവശ്യകത മാത്രമല്ല, ഭക്തി വാസ്തവത്തിൽ നിർമുക്തമാകേണ്ടതുണ്ട്. ബന്ധനങ്ങളിൽ നിന്ന് പ്രാപഞ്ചികമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ നിന്ന് മുക്തമായിരിക്കുന്ന ഭക്തി, ആസക്തമല്ലാത്തത്. എന്നാൽ സക്തി എങ്ങോട്ടേക്കായിരിക്കണം? ഭഗവാനോടായിരിക്കണം താനും. ഭഗവാനിൽ നിന്ന് ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആസക്തി ഇല്ലാത്ത ഭക്തി, അതാണ് മുക്തിക്ക് ഹേതു എന്നാണ് ആദ്യത്തെ ശ്ലോകം. ഇന്ന് വാസ്തവത്തിൽ നാം കടന്നു വരുന്നത് ഏതൊരു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെയാണോ മത്സ്യം തൊട്ടുകൂട്ടാൻ ഉപദേശിച്ചത്, ഏതൊരു മത്സ്യം തൊട്ടുകൂട്ടാൻ ഉപദേശിച്ചതിൻ്റെ പരിണത ഫലമായിട്ടാണോ നാരായണീയം ഉരുത്തിരിഞ്ഞത്, ആ ഉപദേശം കൊടുത്തൊരു മഹത് വ്യക്തിത്വമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. പലവട്ടം അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുന്നുണ്ട് ഈ ഭാഗവത വേദിയിൽ. കാരണം അദ്ദേഹം മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുമ്പോൾ ഭാഷയ്ക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത സമ്പാദിച്ചു കൊടുത്ത ഒരു അപൂർവ വ്യക്തിത്വമാണ്. ഇത് മറന്നുകൊണ്ടാണ് മലയാളികൾ ഇന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നും ഒരിക്കൽ ഞാനിങ്ങനെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതിമ വച്ച് ആരാധിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രതിമയോട് പോലും അവഹേളനം കാണിക്കുന്ന രീതിയിൽ ഇവിടെ ഭക്തിപ്രസ്ഥാനത്തെ മാത്രമല്ല ഭാഷയെപ്പോലും
ശക്തിപ്പെടുത്തി തന്ന ആ മഹാനുഭാവനെ വിസ്മരിക്കുന്ന രീതിയിലേക്ക് നാം പോവുകയാണ്. അതുകൊണ്ട് നാം ഈ കപിലഗീത എന്ന് പറയുന്ന മൂലത്തിലെ 8 അധ്യായങ്ങളെ കൊണ്ട് പ്രകീർത്തിക്കപ്പെടുന്ന ഗീത, അതിൻ്റെ എഴുത്തച്ഛൻ്റേതായിട്ടുള്ള ഭാഷ്യം അഥവാ അദ്ദേഹത്തിൻ്റെ ആ സംഗ്രഹത്തിൽ കടന്നുകൂടിയിരിക്കുന്നത് ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യം. ഇവിടെ വാസ്തവത്തിൽ ദേവഹൂതി എന്ന് പറയുന്ന മനുവിൻ്റെ സന്തതി പെൺമക്കളിൽ ഒരാൾ കർദമ പ്രജാപതിയെ വേട്ട് അത്തരത്തിലുള്ള വേളി കഴിഞ്ഞിട്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ 9 പെൺകുട്ടികൾ ഉണ്ടാകുന്നതും 10ാമത് ഭഗവാന്റെ അവതാരം, ഇതെല്ലാം തന്നെ സവിസ്തരം നാം മനസ്സിലാക്കിയത് ഇവിടെ പറയുന്നു. നിത്യമീ ശരീര സംബന്ധ ഭാവാൽ ബന്ധം തത്ര തദ്വിരക്തി വന്ന് ആത്മാഭിരമ്യത്വത്താൽ മുക്തിയും മനോജയമുണ്ടെങ്കിൽ സദ്യോഗത്താൽ ഭക്തിയും ഭവിക്കുന്നു. മർത്യയോനികൾക്കെല്ലാം നിശ്ചയം മനസ്സതിൻ കാരണം എല്ലാറ്റിനും സച്ചിദാത്മാനന്ദ സംസിദ്ധ്യർത്ഥം പുരുഷാർത്ഥം യുദ്ധം ആത്മജന്മജനങ്ങളെ ശ്രുത്വാഭിസംഭക്തയാം തപസ്വിനി താൻ അഥ ചോദ്യം ചെയ്താൻ. ദേവഹൂതി എന്ന് പറയുന്ന അമ്മ തൻ്റെ മകനായിരിക്കുന്ന കപിലവാസുദേവനോട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് സംശയ നിവൃത്തി വരുത്തിക്കൊണ്ട് മുമുക്ഷുവായിരിക്കുന്ന അമ്മ മോക്ഷപ്രാപ്തി നേടുന്ന രംഗമാണ് ഇനിയുള്ള ആ ഭാഗങ്ങളെല്ലാം. അതിനുള്ള ഉപദേശം. ഗുരുസ്ഥാനം അലങ്കരിക്കുന്ന ഒരു മകനെ നാം ഇവിടെ കാണുന്നു. സാക്ഷാൽ വാസുദേവ സ്വരൂപം ഈശ്വരൻ തന്നെ അവതരിച്ചത്. അദ്ദേഹത്തോട് നിത്യം ഈ ശരീര സംബന്ധ ഭാവാൽ ബന്ധം തത്ര തദ്വിരക്തി വന്ന് ആത്മാഭിരമ്യത്വത്താൽ മുക്തിയും മനോജയമുണ്ടെങ്കിൽ സദ്യോഗത്താൽ ഭക്തിയും ഭവിക്കുന്നു. മർത്യയോനികൾക്കെല്ലാം ഈ 4 വരി അത് വാസ്തവത്തിൽ കൈകാര്യം ചെയ്താൽ നാരായണ ഭട്ടേരിപ്പാട് പാടിയ 10 ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഗ്രഹിക്കാൻ പിന്നെ വേറൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യകതയില്ല. നിത്യം ഈ ശരീര സംബന്ധ ഭാവാൽ ബന്ധം, ഈ ബന്ധവും മുക്തിയുമാണ് കപിലഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ബന്ധിച്ചു കിടക്കുന്നു മുക്തിക്ക് തടസ്സമായിട്ട്. ബന്ധമോക്ഷങ്ങൾ എന്ന് നമ്മൾ പ്രയോഗിക്കുന്ന പ്രയോഗം തന്നെ. അപ്പൊ ഈ ബന്ധമോക്ഷങ്ങൾക്ക് കാര്യവും കാരണവും ഇതെല്ലാം തന്നെ മനസ്സിലാക്കാൻ ഈ ശരീര സംബന്ധഭാവം കൊണ്ടാണ് ബന്ധം. നമ്മൾ കെണിഞ്ഞു കിടക്കുന്ന ഈ ശരീരം കൊണ്ടാണ്, ഈ ശരീരമാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തോട്. അപ്പോൾ ദേഹത്തോട് ബന്ധപ്പെട്ടിട്ടാണ് പ്രപഞ്ചത്തോട് ആസക്തി ഉണ്ടാകുന്നതും അത്തരത്തിൽ നമ്മൾ ബദ്ധന്മാരായിത്തീരുന്നതും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിത്യം ഈ ശരീര സംബന്ധഭാവാൽ ബന്ധം ആദ്യത്തെ വരി കൊണ്ടത് വ്യക്തമാക്കി. തത്ര തദ് വിരക്തി വന്ന് ആത്മാഭിരമ്യത്വത്തിൽ മുക്തി. 2ാമത്തെ വരിയില് കടന്നുകൂടിയിരിക്കുന്ന തത്വം മനസ്സിലാക്കിയാൽ വിരക്തി വന്നാൽ ശരീരത്തോട് വിരക്തി. ശരീരത്തോട് വിരക്തി എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തോട് വിരക്തി. തത്ര വിരക്തി വന്ന് എന്നിട്ട് എന്തു വേണം? ആത്മാഭിരമ്യത്വത്താൽ മുക്തി. അപ്പോ സക്തി, ആസക്തി, വിരക്തി, രക്തി എന്നെല്ലാം പറയുന്ന വചനങ്ങൾ, ആ വാക്കുകൾ നമ്മൾ ഘടിപ്പിച്ചാൽ മതി. നല്ല രീതിയിൽ ഘടിപ്പിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാൻ കഴിയും. ശരീരത്തോട് ആസക്തി ഉണ്ടായാൽ, ബന്ധമുണ്ടായാൽ അത് മുക്തിക്ക് തടസ്സം. ഇനി മുക്തി വേണമെങ്കിലോ ആത്മാഭിരമ്യത്വത്താൽ, അന്ന് ആത്മാഭിരമ്യത്വത്താൽ, ആത്മാവെന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ, സ്വയമാത്മാ ചതുഷ്പാത്ത് എന്ന് പറയുമ്പോൾ അയമാത്മാ ബ്രഹ്മ. അപ്പൊ എല്ലാ തരത്തിലും ആത്മാവായിരിക്കുന്ന ഈശ്വരനോട് രമിക്കുന്നൊരവസ്ഥ വന്നാൽ മുക്തിയായി എന്ന്. നമ്മളെല്ലാവരും ആത്മാരാമന്മാരാകുക. ആത്മാവിൽ ലഭിക്കുന്നൊരവസ്ഥ വരുമ്പോൾ ജീവബ്രഹ്മ ഐക്യമെന്ന് പറയുന്ന ഭാഗവതത്തിന്റെ ലക്ഷ്യമായി അത്തരത്തിലുള്ള മുക്തിപദം അലങ്കരിക്കാൻ ബന്ധത്തിൽ നിന്നുള്ള വിമുക്തിയാണ് മോക്ഷത്തിന് കാരണം. ബന്ധത്തിൽ നിന്നുള്ള വിമുക്തി, ബന്ധമില്ലാത്തൊരവസ്ഥ, ആസക്തമല്ലാത്ത രീതി. എന്നിട്ടോ സക്തി എന്ന് പറയുന്നത്, ആസക്തി എന്ന് പറയുന്നത് ബന്ധപ്പെട്ട് കിടക്കേണ്ടത് ആത്മാവുമായിട്ടാണ്, ഈശ്വരനുമായിട്ടാണ്. അതൊന്നുകൂടി ഉറപ്പിക്കാൻ നോക്കൂ. നിത്യം ഈ ശരീര സംബന്ധ ഭാവാൽ ബന്ധം തത്ര തദ് വിരക്തി വന്ന് ആത്മാഭിരമ്യത്വത്താൽ മുക്തിയും. എന്നിട്ടോ മനോജയമുണ്ടെങ്കിൽ സദ്യോഗത്താൽ ഭക്തിയും. അപ്പൊ ഇതെല്ലാം തന്നെ നടത്തുമ്പോൾ ശരീരത്തോട് ബന്ധമില്ലാതെ മുക്തിയാകും. എന്നിട്ട് ആത്മാവുമായിട്ട് നമ്മൾ യോജിച്ചു കഴിഞ്ഞാൽ അത് മുക്തിയാണ്, മുക്തിയുടേതായിട്ടുള്ള പദവി. അങ്ങനെയുള്ള സംഗതി വേണമെങ്കിൽ മനോജയമുണ്ടെങ്കിൽ സദ്യോഗത്താൽ ഭക്തിയും ഭവിക്കുന്നു. മനോജയം ഇതും ഒരു പ്രതിപാദ്യ വിഷയമാണ്. യോഗാദി കാര്യങ്ങളെല്ലാം തന്നെ പ്രതിപാദിക്കുന്ന കപിലഗീതയില്
മനോജയത്തിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ പിന്നാലെ കാണുന്ന ക്രിയകളും അതിൻ്റെ ഭാഗങ്ങളും എല്ലാം തന്നെ. കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, ഭക്തിയായാലും യോഗം വേണം, ജ്ഞാനമായാലും യോഗ അനിവാര്യമാണ്. ഭക്തി ജ്ഞാനം എന്ന് പറയുന്ന പോലെ തന്നെ ഏതൊന്നിനും യാഗം, യോഗം, ഈ പറയുന്ന പദങ്ങളെല്ലാം തന്നെ യോജിപ്പിച്ചു കൊണ്ടുപോകണം. യാഗമായാലും യോഗം വേണം, എന്തായാലും യോഗം വേണം. അപ്പൊ ഇവിടെയും മനസ്സതിൻ കാരണമെല്ലാറ്റിനും ഭക്തി ഉണ്ടാകണമെങ്കിൽ ഈ മർത്യയോനികളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും കാരണമായിരിക്കുന്ന മനസ്സാണ്. ഇതും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. മനയേവ മനുഷ്യാണം കാരണം ബന്ധമോക്ഷയും. നമ്മളെല്ലാവരും തന്നെ എഴുത്തച്ഛന്റെ കൃതിയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിലൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതല്ല, അതിലെല്ലാം ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ 4 വരികൾ ഞാൻ ഇട്ടത്. ഇത് ചോദിക്കുന്നത് അമ്മയാണ്, അമ്മയുടെ ഭാവമാണ്. നിത്യം ഈ ശരീര സംബന്ധ ഭാവാൽ ബന്ധം തത്രാതത് വിരക്തി വന്ന് ആത്മാഭിരമ്യത്വത്താൽ മുക്തിയും മനോജയമുണ്ടെങ്കിൽ സദ്യോഗത്താൽ ഭക്തിയും ഭവിക്കുന്നു. മർത്യയോനികൾക്കെല്ലാം നിശ്ചയം മനസ്സതിൻ കാരണം എല്ലാറ്റിനും. എന്നിട്ടോ യുദ്ധം ആത്മജൻ വചനങ്ങളെ ശ്രുത്വാപി. മകൻ ഇക്കാര്യമെല്ലാം തന്നെ ഓർത്ത് കേട്ടിട്ട് ദേവഹൂതി യുദ്ധമാത്മജൻ വചനങ്ങളെ ശ്രുത്വാപി സംസക്കതയാം തപസ്സിനീതാൻ അധ ചോദ്യം ചെയ്താൻ. ദേവഹൂതി ഉടനെ ചോദ്യം ചോദിക്കുന്ന രംഗത്തേക്ക് ഇനിയാണ്. ആ വിഷയത്തെ എങ്ങനെയാണ് സംഗ്രഹിച്ചിരിക്കുന്നത് ഈ മഹാനുഭാവൻ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന നാരായണീയത്തിന് കാരണക്കാരൻ എന്ന് പറയാം. നാരായണ ഭട്ടതിരിയെ കൊണ്ട് പ്രേരിപ്പിച്ച് നാരായണീയം രചിപ്പിക്കാൻ ഇടയാക്കിയ ആ മഹത് വ്യക്തി എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്? യുദ്ധമാത്മജൻ വചനങ്ങളെ ശ്രുത്വാപി സംഭക്തയാം തപസ്സിനിതാൻ അധ ചോദ്യം ചെയ്താൻ. ഭക്തി ലക്ഷണങ്ങളും യോഗലക്ഷണങ്ങളും ഒക്കെ നീ വഴി പോലെ വിസ്തരാൽ ചൊല്ലിയിടണം. ഭക്തിയുടെ ലക്ഷണങ്ങളും യോഗത്തിന്റെ ലക്ഷണങ്ങളും ഒക്കെ നീ വേണ്ട പോലെ പറഞ്ഞു തരണം. എന്ത് ഇങ്ങനെ 2 ഭക്തി യോഗം എന്ന് പറയുന്ന 2 ചേർക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ മനസ്സാണ് കാരണം ബന്ധമോക്ഷങ്ങൾക്ക്. മനസ്സിന്റെ യോഗമാണ് ഏറ്റവും പ്രധാനം. മനസ്സ് ഏറ്റവും പരമാത്മപദവിയിലേക്ക് എത്തിച്ചേരണം, അഥവാ ആത്മാവുമായിട്ട് രമിക്കുന്ന രീതിയിലേക്ക് വരണം. ശരീരവുമായിട്ട് വിരമിക്കുന്ന രീതിയിലുമായിരിക്കണം. ശരീരമായിട്ടുള്ള വിരമിക്കൽ, ആത്മാവുമായിട്ടുള്ള രമിക്കൽ. ആസക്തമായിരിക്കേണ്ടത് ആത്മാവിനോട്, വിരക്തമായിരിക്കേണ്ടത് ശരീരത്തോട്. ഇതെല്ലാം തന്നെയാണ് ആദ്യത്തെ ശ്ലോകത്തിലും നമ്മൾ നാരായണീയത്തിലെ കപിലഗീതയിൽ കണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്ന് ചോദിച്ചപ്പോൾ ചൊല്ലുവനെങ്കിൽ ഭക്തി സാത്വികയല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തി നമുക്ക് ആവശ്യമായത് സാത്വികമായിരിക്കുന്ന ഭക്തിയാണ്. വെളുത്തത്, രാജസം ചുവന്നതും താമസം കറുത്തതുമാണ്. അപ്പോൾ വെളുത്ത ഭക്തി എന്ന് പറയുമ്പോൾ ശുദ്ധ സംശുദ്ധമായിരിക്കുന്ന ഭക്തി. ചൊല്ലുവനെങ്കിൽ ഭക്തി സാത്വികയല്ലോ. മുഖ്യ കല്യാണമോട് ചേർന്ന യോഗമായത് മോക്ഷം. സാത്വികമായിട്ടുള്ള മുക്തി അതിൻ്റെതായുള്ള യോഗാവസ്ഥയിൽ കിട്ടുന്നതാണ് മുക്തി. അപ്പൊ ഭക്തി എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഭക്തിയും സംശുദ്ധമായിരിക്കണം, നിർമ്മലമായിരിക്കണം. വെളുത്തത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണം സാത്വികമായിരിക്കണം എന്ന്. അതേ രീതിയിലുള്ള ഭക്തി കൊണ്ട് കല്യാണമോട് ചേർന്ന യോഗമായത് മോക്ഷം തൽ സ്വയം പ്രകൃത്യാം കാലാത്മാവാം പരമാത്മാചിൽ സ്വയം ജ്യോതിർഭാനന്ദ ഭാവാനന്ദ സംരതിയാലേ വീര്യം ആശ്രയമായിട്ടുണ്ടായി മഹത്തത്വം. പ്രകൃതി പുരുഷന്മാരുടെ സംയോഗത്തിലൂടെ എപ്രകാരമാണ് മഹത്തത്വം ഉണ്ടായത്, അയലെ തുടർന്ന് എങ്ങനെയാണ് അഹങ്കാരാദികൾ ഉണ്ടായത്, തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന സംഗ്രഹിക്കുകയാണ് ഇവിടെ അദ്ദേഹം. ഇത് ഈ പറയുന്ന കപിലഗീതയില് നാരായണ ഭട്ടതിരിപ്പാടും ചെയ്തു. ആദ്യം മഹത്തത്വം ഉണ്ടായി, അത് കഴിഞ്ഞ് അഹങ്കാരതത്വമായി. വീര്യം ആശ്രയമായിട്ടുണ്ടായി മഹത്തത്വം. കാര്യമായതിൽ അഹങ്കാരമെന്നറിയണം. വൈകാരം, രാജസം, താമസം എന്നേവം 3 ഭാഗമായി നിൽക്കും. മായാജാതങ്ങൾ ഭൂതങ്ങൾ മൂലതിങ്കൽ നിന്നുണ്ടായി ചതുർവിംശതി തത്വം. ഇതെല്ലാം തന്നെ തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന കപിലഗീതയിലെ പ്രധാനപ്പെട്ട ഭാഗം സംഗ്രഹിച്ചതാണ്. മഹത്തത്വമായാലും അഹങ്കാരതത്വമായാലും അതിൽ നിന്ന് ഈ സാത്വികരാജസതാമസാദി ഗുണങ്ങളായാലും അതിലൂടെ സംജാതമായിട്ടുള്ള ആ തത്വങ്ങൾ പഞ്ചഭൂതങ്ങളായാലും അതിന് തന്മാത്രകളായാലും പഞ്ചതന്മാത്രകളെ കൊണ്ട് സംഭൂതമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളായാലും അതിനെ തുടർന്നുണ്ടായ പഞ്ചേന്ദ്രിയങ്ങൾ മൊത്തം 10 എന്ന് പറയുന്ന രീതിയിൽ അവയും. അപ്പൊ ഇതെല്ലാം തന്നെ കൂടിയിട്ട് ചതുർവിംശതി എന്ന് പറയുന്ന 24 തത്വത്തെ പറ്റി പ്രതിപാദിച്ചു. ഈ പ്രതിപാദ്യം നമുക്ക് വിസ്തരിച്ച് മൂലത്തിലേക്ക് കടക്കുമ്പോൾ കാണാം. ഒരധ്യായത്തിലല്ല 8 അധ്യായങ്ങളെ കൊണ്ടാണ് സത്യത്തിൽ ഈ പറയുന്ന കപിലഗീത ആവിഷ്കരിച്ചിരിക്കുന്നത്.
അതിനകത്തേക്ക് വരുമ്പോൾ 24 തത്വവും മറ്റും നമുക്ക് പ്രകടമായിട്ട് കാണാം. ഏതായാലും സൂചിപ്പിച്ചു, വിശദമായിട്ട് പറഞ്ഞില്ല, നാരായണ ഭട്ടതിരിപ്പാടും പറഞ്ഞില്ല. വൈകാരം രാജസം താമസം എന്നേവം 3 ഭാഗമായി നിൽക്കും മായാജാതങ്ങൾ ഭൂതങ്ങൾ പോൽ. പഞ്ചഭൂതങ്ങളും മായാജന്യങ്ങളാണ്. പഞ്ചഭൂതങ്ങൾക്ക് കാരണമായിരിക്കുന്ന പഞ്ചതന്മാത്രകളുടെ കാര്യം പ്രത്യേകിച്ച് പറയാനുമില്ല. മായാജാതങ്ങൾ ഭൂതങ്ങൾ പോൽ അതിങ്കൽ നിന്ന് ഉണ്ടായി ചതുർവിംശതി തത്വം. അതിങ്കെ നുളവായി ബ്രഹ്മാണ്ഡ വിരാടംഗം. ഹിരൺമയമായിരിക്കുന്ന ആ ബ്രഹ്മാണ്ഡത്തിന്റെ ഉൽപ്പത്തി. എന്നിട്ടോ അതിന് ചൈതന്യമാകുന്നത് പരബ്രഹ്മം. അതിന് ജീവൻ പകർന്നു കൊടുത്തത് ചൈതന്യം പകർന്നു കൊടുത്തത് പരബ്രഹ്മം. അതായത് മൃതമായിരിക്കുന്ന ഒരണ്ടം അല്ലെങ്കിൽ ചത്ത അത്തരത്തിലൊരണ്ടത്തിന്റെ ആകൃതിയിൽ ഉണ്ടായത് ആദ്യത്തെ ആ ജന്മം. അതിന് ജീവൻ പകർന്നു കൊടുത്തുകൊണ്ട് ഹിരൺമയമായിരിക്കുന്ന ആ അണ്ടം, അതിലുള്ളവരുടെ പിന്നാലെ എല്ലാം ഉണ്ടായത് ശാന്തഗംഭീരമായി ശയിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവും അദ്ദേഹത്തിന്റെ നാഭിപത്മത്തിൽ നിന്ന് ഇരിക്കുന്ന ബ്രഹ്മാവും. ഇതെല്ലാം തന്നെ ആ സൃഷ്ടിക്രമത്തിൽ നമ്മൾ കാണുന്നത് അതിനെയെല്ലാം തന്നെ സൂചിപ്പിക്കുന്നു. അതിങ്കെന്നുള്ള വായി ബ്രഹ്മാണ്ഡ വിരാടകം. അതിന് ചൈതന്യമാകുന്നത് പരബ്രഹ്മം. അതും മായയാ യോഗമാത്മസംഭിന്നങ്ങളും അങ്ങനെ വർത്തിക്കുന്ന മായയാ ജഗത്തെല്ലാം ഇങ്ങനെ പരിഭ്രമിച്ചിടുന്നു. സംസാരാബ്ധോ മായയെ സംബന്ധിച്ചും ബ്രഹ്മത്തെ സംബന്ധിച്ചും, അതായത് പ്രകൃതി പുരുഷന്മാര് ഈ പ്രകൃതിയെയും പുരുഷനെയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനുള്ള സകലതും ഇട്ടുതന്ന ആ രീതി സാഖ്യയോഗ താല്പര്യം അത് വാസ്തവത്തിൽ ഇവിടെയും സംഗ്രഹിച്ചു പറഞ്ഞു. എന്നിട്ട് ഇതിനെയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ഈ മായയെ അതിക്രമിച്ചുകൊണ്ട് നമുക്ക് പുരുഷൻ എന്ന് പറയുന്ന ആ ബ്രഹ്മസ്വരൂപത്തെ സംസാരമാകുന്ന അബ്ധിയിൽ പരിഭ്രമിച്ച് ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും രക്ഷ കിട്ടാൻ എന്താണ് മാർഗമെന്ന് കൂടി പറയുന്നുണ്ട്. എന്നതിൽ മനോജയം വന്നുകൂടുകിൽ നമ്മൾ ജനിച്ച ജീവജാലങ്ങളെല്ലാം, പ്രത്യേകിച്ച് മനുഷ്യരെ, അവർ മനസ്സിനെ ജയിക്കത്തക്ക ശേഷിയുള്ളവരായാൽ എന്നതിൽ മനോജയം വന്നുകൂടുകിൽ അപ്പോൾ തന്നുട മൂലം പരമാത്മാനം പ്രാപിച്ചിടാം. അപ്പൊ ഈ മനോജയം നേടിക്കഴിഞ്ഞാൽ, മനസ്സിനെ വിജയിച്ചു കഴിഞ്ഞാൽ, മനസ്സാണ് പരിഭ്രാന്തി ഉണ്ടാക്കുന്നത്. ആവലാദികൾ വേവലാദികൾ ഇതെല്ലാം തന്നെ ഉണ്ടാകുന്ന മനസ്സ് പോലെയാണ്. മനസ്സെന്ന് പറയുമ്പോഴേ തന്നെ ഭ്രമിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ അലങ്കോലപ്പെട്ട ചഞ്ചലാത്മകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം മനസ്സിനുണ്ട്. ആ മനസ്സിനെയെല്ലാം തന്നെ വാസ്തവത്തിൽ വളരെ ശുദ്ധമാക്കാനായിട്ട് ആ മനോജയം എന്ന് പറയുന്ന സംഗതി വരുമ്പോൾ തന്നുട മൂലം പരമാത്മാനം പ്രാപിച്ചിടം. മനസ്സിന് ജയിച്ചു കഴിഞ്ഞാൽ പരമാത്മാവിൽ ചേർന്ന് ലയിക്കാം. ആത്മയോഗത്തിനുള്ളതല്ലോ വിചാരിച്ചാൽ ആത്മാവം നാരായണ ധ്യാനത്തെ ചൊല്ലാമല്ലോ. നേരെ കടന്നു. മനോജയം ആവശ്യമാണെന്ന് പറഞ്ഞു. മനോജയം കൊണ്ടാണ് മായയെ തരണം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. അതിന് എന്താണ് ചെയ്യേണ്ടത്? ആത്മയോഗത്തിന് എളുതല്ലോ വിചാരിച്ചാൽ ആത്മാവാം നാരായണ ധ്യാനത്തെ ചൊല്ലാം. സാക്ഷാത് നാരായണൻ എന്ന് പറയുന്ന ഈശ്വരസ്വരൂപം, അതാണ് ആത്മസ്വരൂപം. അതിനെ ധ്യാനിക്കുന്ന രീതി പറയാം. ഇതിലൂടെ മാത്രമേ മോക്ഷത്തിന് ഹേതുവായിരിക്കുന്ന മായാതരണം, മായയെ തരണം ചെയ്യുന്നത് സാധിക്കൂ എന്നുകൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു സംഗതിയാണോ 8 അധ്യായങ്ങളിലൂടെ കപിലഗീത എന്ന് പറയുന്ന വിസ്തൃതമായിരിക്കുന്ന ഭാഗവതത്തിലെ ഭാഗം നമ്മൾ ചുരുക്കി കാണുന്നത് എഴുത്തച്ഛനിൽ ഇതേ രീതിയിൽ ചുരുക്കി നമ്മൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയിലും കാണാം. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം നമ്മൾ മറക്കാതെ ഇരുന്നാൽ വ്യക്തമായിട്ടും ധരിക്കാം. അപ്പൊ അതേ രീതിയിൽ ധ്യാനത്തിലേക്ക് കിടക്കുമ്പോൾ ഇത് എഴുത്തച്ഛനായതുകൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിലുടനീളം അദ്ദേഹത്തിന്റെ കൃതികൾ പരിശോധിച്ചാൽ ഭക്തിക്ക് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് പ്രതിപാദ്യങ്ങളല്ല. അതേ രീതിയിൽ തന്നെ ഇവിടെയും ഭഗവാൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. നോക്കൂ, നാരായണ ധ്യാനം നല്ല രസകരമായിരിക്കുന്ന ധ്യാനം. ഒന്ന് അല്പനേരം നമുക്കൊന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും നല്ലത്. ഇന്ദ്രനീലാഭം, ശരീരപ്രകൃതി, ശരീരമില്ലാത്ത നാരായണന്, ശരീരമില്ലാത്ത ഈശ്വരന് ശരീരവും രൂപവും നാമവും ഇതെല്ലാം തന്നെ കൊടുത്തുകൊണ്ട് ഭക്തിയുടെ പ്രസ്ഥാനത്തിൽ നമ്മൾ ഈശ്വരോന്മുഖരായി ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടി നടത്തുന്ന സാധനയുടെ ഭാഗമാണ് ഈ കേൾക്കാനിരിക്കുന്നത് ധ്യാനം. രൂപമില്ലാതെ ധ്യാനിക്കാൻ പറ്റുമോ? അപ്പോൾ രൂപമില്ലാത്ത ഈശ്വരന് രൂപം കൽപ്പിച്ചുകൊണ്ട് ധാരണയിലൂടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നമുക്ക് എഴുത്തച്ഛൻ തന്നെ ഇട്ടു തന്നിരിക്കുകയാണ്. ഇന്ന് നാരായണീയത്തിലും വളരെ പ്രകടമായിട്ട് കാണാം. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ആരെയാണ് ധ്യാനിക്കേണ്ടത്? ഈശ്വരന്റെ രൂപം സാക്ഷാൽ വിഷ്ണുവിനെ, പരമാത്മാവായിരിക്കുന്ന ആ ഈശ്വരനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? ആത്മാവാം നാരായണ ധ്യാനത്തെ ചൊല്ലാമല്ലോ. ശ്രദ്ധിക്കുക. ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹരം ചന്ദ്രികാ മൃദുസ്മിത സുന്ദര മുഖാംബുജം. ഇത് വായിച്ചാൽ തന്നെ നമ്മുടെ
മനോമുഖരത്തിൽ ഭഗവാന്റെ പ്രത്യക്ഷമായിരിക്കുന്ന രൂപം നമുക്ക് ദർശിതമാകും. ഇന്ദ്രനീലാഭം പരം ഇന്ദിരാ മനോഹരം ചന്ദ്രികാ മൃദുസ്മിത സുന്ദരമുഖാംബുജം കുണ്ടലമകരസുബിംബിത വിലാസകൃ. ശരീരപ്രകൃതി വർണ്ണിച്ചിരിക്കുന്നു. നോക്കൂ, നല്ല പദലാളിത്യവും പദഗാംഭീര്യവും. ഗണ്ഡമണ്ഡലം നാസാതുംഗമംഗലപ്രദം പങ്കജാരുണനേത്രം കൗസ്തുഭ വനമാലദ്യങ്കിത ശ്രീവത്സഭക്ഷോദേശം ചതുർഭുജം. 4 കൈകളോട് കൂടിയിട്ടുള്ള വിഷ്ണുവിന്റെ വിഗ്രഹം, ജ്ഞാനരൂപം. അതിങ്ങനെ ഇട്ടു തന്നിരിക്കുകയാണ് എഴുത്തച്ഛൻ. 4 കൈകളിൽ എന്തെല്ലാം? ശംഖചക്രബ്ജഗദ്യായുധാദ്യലങ്കൃതം. 4 കൈകളിലെ ആയുധങ്ങൾ. ശംഖചക്ര അബ്ജ ഗദാദി ആയുധാദ്യലങ്കൃതം പങ്കജമകൾ നിവാസാലയം പീതാംബരം. മഹാലക്ഷ്മി ഇങ്ങനെ കുടികൊള്ളുന്ന മാറിടവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ മഞ്ഞപ്പട്ടുടയാടയും ഇതെല്ലാം തന്നെ വർണ്ണിച്ചു. നാഭീ പങ്കജം പാദപത്മം ആനന്ദപ്രദം ശോഭിത ലലാടോർധവുണ്ട്രകം അളകാഭം ഹാരകേയൂര കിരീടാങ്കുലീയക കാഞ്ചി ചാരു സർപ്പാലങ്കൃത ശോഭിത കളേബരം. ശരീരത്തെ മുഴുവൻ എപ്രകാരം സുന്ദരമായിട്ട് പറഞ്ഞു തരാമോ അതെല്ലാം തന്നെ. ഹാരകേയൂര കിരീടാങ്കുലീയക കാഞ്ചി ചാരു സർപ്പാലങ്കൃത ശോഭിത കളേബരം. ധ്യാനതൽപരന്മാർക്ക് നിത്യവും അകക്കാമ്പിൽ മാനസാനന്ദം വളർന്നിടുന്നു സദാകാലം. അപ്പൊ നമ്മളെപ്പോലുള്ള ഭക്തന്മാരെ ഉദ്ദേശിച്ചാണ് മേൽപ്പത്തൂരിന്റെ കൃതി പോലെ തന്നെ അതിസുന്ദരമാണ് ഇതും. ഇതിലും ധ്യാനതൽപരന്മാർക്ക് നിത്യവും അകക്കാമ്പിൽ മാനസാനന്ദം വളർന്നിടുന്നു സദാകാലം. ധ്യാനിക്കാൻ യോഗ്യതയുള്ള താല്പര്യമുള്ള അങ്ങനെയുള്ള ഭക്തന്മാർക്ക് വാസ്തവത്തിൽ ധ്യാനിച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന ഈ വിഗ്രഹം അകത്തിങ്ങനെ പ്രതിഷ്ഠിതമാണ്. കാണാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന്. രസകരമായിരിക്കുന്ന പ്രയോഗം നോക്കൂ. ധ്യാനതൽപരന്മാർക്ക് നിത്യവും അകക്കാമ്പിൽ മാനസാനന്ദം വളർന്നിടുന്നു സദാകാലം. ധ്യാന തൽപരന്മാർ. അപ്പൊ നമ്മളെല്ലാവരും തന്നെ ധ്യാനത്തിൽ മുതിരണം. നാരായണ പത്മ അല്ലെങ്കിൽ പാദപത്മ ധ്യാനം അനിവാര്യമാണ്. മായയെ തരണം ചെയ്യാനാണ്. എന്റെ മായ ഭയങ്കരിയാണെന്നെല്ലാം തന്നെ പറയുന്ന ഭഗവാൻ മായയെ തരണം ചെയ്യാനായിട്ട് ഭഗവാൻ മാത്രമേ ഒരു ആശ്രയമുള്ളൂ. അത്തരത്തിലുള്ള ധ്യാനത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ ലോഹിത പ്രഭങ്ങളാം നേത്രരാജസഗുണാദീഹയ ഭാഗവതാനുഗ്രഹം സൃഷ്ടിക്കയോ കേവലം ചെയ്യുന്നത് അത്യാനന്ദസ്മിതമായ ധാവള്യാകാര സാത്വികത്തിനാൽ അതുതന്നെ പാലനം ചെയ്യുന്നിതോ സന്തതം നീലാളകജാല താമസഗുണാൽ അന്വഹം അവരുടെ മാലഴും പരിതാപ സംഹാരം ചെയ്യുന്നിതോ. ഈ പരമാത്മാവിനെ വർണ്ണിക്കുമ്പോൾ ഇവിടെയാണ് എഴുത്തച്ഛന്റെ പ്രാഗൽഭ്യം. അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇദ്ദേഹം തന്നെയാണ് ഈ രാജസപ്രകൃതിയിലൂടെ സൃഷ്ടിക്കുന്നതും സാത്വികഗുണത്തിലൂടെ പരിപാലിക്കുന്നതും ഒടുവിൽ സംഹാരത്തിന് വേണ്ടിയിട്ട് താമസപ്രകൃതിയെ ശീലിച്ചിരിക്കുന്നതും. ഇതെല്ലാം തന്നെ ഇവിടെ പറഞ്ഞു നോക്കൂ. മാനസാനന്ദം വളർന്നിടുന്നു സദാകാലം. ലോഹിത പ്രഭങ്ങളം നേത്ര രാജസഗുണാദിഹയ. അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കുമ്പോൾ രാജസഗുണം ഇങ്ങനെ മുറ്റിയേൽക്കുന്ന രീതിയിൽ കണ്ടാൽ അതിന്റെ അനുഗ്രഹം കൊണ്ടാണ് സൃഷ്ടിക്കുന്നത് എന്ന് തോന്നും. അപ്പൊ ബ്രഹ്മാവ് വേറെ എന്നുള്ള ചിന്ത വേണ്ട. ഇദ്ദേഹം തന്നെയാണ് ബ്രഹ്മാവ്. ഇദ്ദേഹത്തിന്റെ വീക്ഷണം അല്ലെങ്കിൽ നോട്ടം അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, ഇദ്ദേഹത്തിന്റെ ആഗ്രഹം ഇച്ഛ അത് ഫലിച്ചുകൊണ്ട് സകല ജീവജാലങ്ങളും സൃഷ്ടമാകുന്നു എന്ന്. ഈഹയ ഭാഗവതാനുഗ്രഹം സൃഷ്ടിക്കയോ കേവലം ചെയ്യുന്നത് അത്യാനന്ദസ്മിതമായ ധാവള്യാകാര സാത്വികത്തിനാൽ അത് തന്നെ പാലനം ചെയ്യുന്നിതോ. ഓരോരോ ഗുണങ്ങൾ ഓരോരോ സമയത്ത് ഇങ്ങനെ സ്ഫുരിക്കുമ്പോൾ സാത്വിക ഗുണം കൊണ്ട് പാലിക്കുന്ന രീതിയിലേക്ക് രണ്ടാമത്, രാജസഗുണം കൊണ്ട് ആ കണ്ണുകളിലൂടെ പുറത്തേക്ക് വരുന്ന രാജസഗുണങ്ങളുടെ വാസ്തവത്തിൽ നഷ്ടമാകുന്ന അല്ലെങ്കിൽ സൃഷ്ടി എന്ന് പറയുന്ന രീതിക്ക് മുതിരുന്ന ഇദ്ദേഹം തന്നെ പരിപാലിക്കുന്ന രീതിയിലേക്ക് ഭാഗവതാനുഗ്രഹം സൃഷ്ടിക്കയോ കേവലം ചെയ്യുന്നത് അത്യാനന്ദസ്മിതമായ ധാവള്യാകാര സാത്വികത്തിനാൽ അത് തന്നെ പാലനം ചെയ്യുന്നിതോ. സന്തതം നീലാളക ജ്വാല താമസ ഗുണാലന്വഹം അവരുടെ മാലഴും പരിതാപ സംഹാരം ചെയ്യുന്നിതോ.
ഇനി ഒടുവിൽ സംഹാരത്തിലേക്ക് വരുമ്പോൾ സംഹരിക്കുന്ന പരിതാപങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല അലങ്കാരമാണ്. അപ്പൊ എല്ലാ തരത്തിലും ഭഗവാൻ വിഷ്ണു പരമാത്മസ്വരൂപനായിരിക്കുന്ന ഇദ്ദേഹത്തിൽ തന്നെയാണ് സാത്വികന്റെ ആയസം താമസം എന്ന് പറയുന്ന ഗുണങ്ങളെല്ലാം തന്നെ ഉള്ളത്. അദ്ദേഹത്തിന്റെ രാജസ ഗുണം കൊണ്ടാണ് വാസ്തവത്തിൽ സൃഷ്ടി നടക്കുന്നത്. അദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്ന സാത്വിക ഗുണം പരിപാലനത്തിന് ഹേതുവായി. അതുപോലെ അദ്ദേഹത്തിൽ തന്നെയുള്ള ഈ താമസ ഗുണം അതുകൊണ്ട് വാസ്തവത്തിൽ പരിതാപങ്ങളെയെല്ലാം തന്നെ സംഹരിക്കുകയാണ് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. നല്ല രസകരമായിട്ടുള്ള പ്രയോഗം. ലോഹിത പ്രഭങ്ങളാം നേത്രരാജസ ഗുണാധികയ ഭാഗവതാനുഗ്രഹം സൃഷ്ടിക്കയോ കേവലം ചെയ്യുന്നത് അത്യാനന്ദസ്മിതമായ ധാവള്യാകാര സാത്വികത്തിനാൽ അത് തന്നെ പാലനം ചെയ്യുന്നിതോ സന്തതം നീലാളക ജാലതാമസ ഗുണാൽ അന്വഹം അവരുടെ മാലഴും പരിതാപ സംഹാരം ചെയ്യുന്നിതോ. ഒരേ ഒരു വിഷ്ണു പരമാത്മസ്വരൂപം അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൽ തന്നെ രാജസപ്രകൃതിയായിരിക്കുന്ന ബ്രഹ്മാവിനെയും സാത്വഗുണം കൊണ്ട് സൃഷ്ടി ചെയ്ത ജാലങ്ങളെയെല്ലാം തന്നെ പരിപാലിക്കുന്ന വിഷ്ണുവിനെയും ഒടുവിൽ ഈ പറയുന്ന താമസ ഗുണം കൊണ്ട് സംഹരിക്കുന്ന പരിതാപത്തെ സംഹരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ തരത്തിലും സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഈശ്വര ഭാവമായിട്ട് തന്നെ ഇതിനെ കാണാം. വളരെ രസകരമായിരിക്കുന്ന പ്രയോഗമാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ലോഹിത പ്രഭങ്ങളാം നേത്രരാജസ ഗുണാധികയ ഭാഗവതാനുഗ്രഹം സൃഷ്ടിക്കയോ കേവലം ചെയ്യുന്നത് അത്യാനന്ദസ്മിതമായ ധാവള്യാകാര സാത്വികത്തിനാൽ അത് തന്നെ പാലനം ചെയ്യുന്നിതോ സന്തതം നീലാളക ജാലതാമസ ഗുണാൽ അന്വഹം അവരുടെ മാലഴും പരിതാപ സംഹാരം ചെയ്യുന്നിതോ. പരബ്രഹ്മം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബ്രഹ്മ വിഷ്ണു രുദ്ര എന്ന് പറയുന്ന മൂന്നിന്റെ സംഘടിത ഭാവമാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. വേറുകൂറിന് ആവശ്യമില്ല. അപ്പൊ ഈശ്വരനെ മൂന്നിടത്തിൽ നിർത്തിക്കൊണ്ട് ത്രിമൂർത്തികൾ എന്നുള്ള രീതിയിൽ അവരെ കരുതുന്നത് തന്നെ വാസ്തവത്തിൽ തെറ്റാണെന്ന് സൂചിപ്പിക്കുകയാണ്. ബ്രഹ്മ വിഷ്ണു രുദ്രൻ എന്ന് പറയുന്ന മൂന്നും സത്യത്തിൽ ഒരാളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന മൂന്ന് സംഗതികൾ ഒരേ ഒരു ഈശ്വരഭാവമാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നെ ചേർത്ത് ഇത്തരത്തിൽ എഴുത്തച്ഛൻ എഴുതിയത്. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു സ്വതന്ത്ര പരിഭാഷ എന്ന് പറയാം. അപ്പൊ ഏതായാലും മാലഴും പരിതാപ സംഹാരം ചെയ്യുന്നിതോ ലീലാകാലമേ പുനരെന്നെല്ലാം തോന്നും വണ്ണം വേലകൾ മായാവിലാസങ്ങൾ എത്രയും ചിത്രം പാലനപരായണനാത്മാവം നാരായണൻ വേദാന്ത പൊരുളായ ദിവ്യരൂപ അംഗങ്ങളെ പാദാതികേശാന്തം തൻ മാനസം ഉറപ്പോളം ശീലിച്ചു കൊള്ളും നാകിൽ എത്രയും അത്യുത്തമം. നമ്മൾ ധ്യാനത്തിന്റെ രീതി ഉറപ്പിച്ചുറപ്പിച്ചു പോകണമെന്ന്. കേശാദിപാദം പാദാതികേശം എന്ന് പറയുന്ന രീതിയിൽ ആരോഹണ അവരോഹണ രീതിയിൽ ആ രൂപത്തെ നമ്മൾ ധ്യാനിച്ച് ഉറപ്പിക്കാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോവും. അത് കേശത്തിൽ നിന്ന് തലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ധ്യാനം ഇങ്ങനെ താഴത്തേക്ക് അത് രൂഢമൂലമാകുമ്പോൾ ആദ്യം ധ്യാനിച്ചതെല്ലാം തന്നെ പോകുന്ന രീതി അത് തിരിച്ചു പോരുമ്പോഴും. പക്ഷെ ഇതെല്ലാം തന്നെ ഉറപ്പിക്കുന്നവരേക്ക് ഏതൊരു ധ്യാന രൂപമാണോ വളരെ ദൃഢനിശ്ചയത്തോടുകൂടി നമ്മളിൽ സ്ഥിതപ്രതിഷ്ഠ നേടേണ്ടത് ആ അവസ്ഥ വരേക്ക് നമ്മൾ ഇത് ശീലിച്ചേ മതിയാകൂ എന്ന്. വേദാന്ത പൊരുളായ ദിവ്യരൂപ അംഗങ്ങളെ പാദാതികേശാന്തം തൻ മാനസ ഉറപ്പോളം ശീലിച്ചു കൊള്ളുന്നാകിൽ എത്രയും അത്യുത്തമം വേലയിൽ അനുഗ്രഹമുണ്ടെങ്കിൽ ഉള്ളതല്ലോ. ഇതിന് ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിൽ ധ്യാനിച്ചുറപ്പിക്കാനായിട്ട് സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല എന്ന് ഉറപ്പിക്കുകയാണ് ഇദ്ദേഹം. ഏതായാലും അങ്ങനെയുള്ള ധ്യാനം ശീലിക്കണം. എന്നിട്ടോ ഓരോരോ അംഗങ്ങൾ ചിത്തതാരിങ്കൽ ഉറപ്പിച്ചാൽ പാരാതെ മറ്റേതെങ്കലാകുമ്പോൾ അത് പിന്നെ മാനസം തന്നിൽ കിടക്കായിൽ മറ്റതേ പോരൂ നേരെ പിന്നെയും മേന്മേൽ ഔവണ്ണം തന്നെ പോരും. സാധാരണ ഒരു മനുഷ്യ മനസ്സിന്റെ വൈകല്യം അഥവാ അതിന്റെ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ധ്യാനം എന്ന് പറയുന്നത് കേശത്തിൽ ഉറപ്പിച്ചു, കേശം കഴിഞ്ഞ താഴത്തേക്ക് മുഖാരബന്ധത്തിലേക്ക് വന്നപ്പോൾ അത് ഉറച്ചു, അപ്പോഴേക്കും കേശം പോയി. അത് കഴിഞ്ഞ് ഭഗവാന്റെ ഈ പറയുന്ന മാറിടമെല്ലാം തന്നെ കണ്ടു. അത് സുന്ദരമായിരിക്കുന്ന മാറിടം ധ്യാനിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മുഖം നഷ്ടപ്പെട്ടു പോയി. ഇതേ രീതിയിൽ കേശത്തിൽ നിന്ന് താഴത്തേക്ക് പോരുമ്പോൾ എവിടമെല്ലാമാണോ നഷ്ടപ്പെട്ടു പോകുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ച് ഉറപ്പിക്കാൻ സാധിച്ചാൽ ആ ധ്യാനം ശക്തമാകുമെന്ന് ഇദ്ദേഹം പറയുന്ന രീതി നോക്കൂ. പാദാതികേശാന്തം തൻ മാനസമുറപ്പോളം ശീലിച്ചു കൊള്ളുന്നാകിൽ എത്രയും അത്യുത്തമം വേലയില്ല അനുഗ്രഹമുണ്ടെങ്കിൽ എഴുതല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോരോ അംഗങ്ങൾ ചിത്തതാരിങ്കൽ ഉറപ്പിച്ചാൽ പാരാതെ മറ്റേതും കലാക്കുമ്പോൾ
അത് പിന്നെ മാനസം തന്നിൽ കിടക്കായിൽ മറ്റതേ പോരൂ നേരെ പിന്നെയും മേന്മേൽ ഔവണ്ണം തന്നെ പോരും. നല്ല പ്രയത്നമുള്ളൊരു സംഗതിയാണ് ധ്യാനം. ഇതെന്തിനിവിടെ ബലവത്തായിട്ട് എഴുത്തച്ഛൻ കുറെ അധികം വരികളിലൂടെയാണ് ഈ രംഗം അവതരിപ്പിച്ചു തരുന്നതിന് കാരണമുണ്ട്. മായ എന്ന് പറയുന്നത് പുരുഷന്റെ പ്രകൃതിയാണ്. ഈ പുരുഷന്റെ പ്രകൃതിയായിരിക്കുന്ന മായയെ അതിജീവിക്കാൻ നിവൃത്തിയില്ല. ആദ്യത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞതും ഭക്തി എന്ന് പറഞ്ഞ ആസക്തിയുള്ള ഭക്തിയാണെങ്കിൽ ബന്ധം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോയി മോക്ഷം അന്യമാകും, മുക്തി കിട്ടാതെ വരും. അപ്പൊ ആസക്തമായിരിക്കുന്ന മനസ്സ്, ആസക്തമായിരിക്കുന്ന ഭക്തി, അതിൽ നിന്നെല്ലാം തന്നെ മുക്തി, അത് കിട്ടണമെങ്കിൽ പരമാത്മ ധ്യാനം മാത്രമേ പറ്റൂ. ആ പരമാത്മ സ്വരൂപനായിരിക്കുന്ന നാരായണനെ ആദ്യം സഗുണഭാവത്തിൽ ഇങ്ങനെ രൂപത്തിൽ ധ്യാനിച്ചു പോരുമ്പോൾ ഒരിടമെല്ലാം തന്നെ വിട്ടുപോകും, മറ്റിടം കിട്ടും, അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചു കിട്ടുന്നൊരവസ്ഥ വരാൻ ബുദ്ധിമുട്ട്. പക്ഷെ അത് പതുക്കെ പതുക്കെ ഈശ്വരാനുഗ്രഹത്തോടുകൂടി സാധിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇദ്ദേഹത്തിന് തൃപ്തി വരാഞ്ഞിട്ടാണ് ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ പോലെ തന്നെ ഭഗവാൻ ഗുരുവായൂരപ്പനെ, കൃഷ്ണനെ ഇങ്ങനെ വർണ്ണിച്ചാൽ ഒട്ടും തന്നെ തൃപ്തിയില്ലാത്തത് കൊണ്ട് നല്ല രസകരമായിട്ട് വീണ്ടും പറയുകയാണ്. പാദപങ്കജം പീതവാസസന്നാഭീപത്മം, താഴത്തെ പാദപങ്കജവും പാദപങ്കജം പീതവാസസന്നാഭീപത്മം സൂതരബന്ധം ബ്രഹ്മാണ്ടോദയ ജഡരാഭം ശ്രീവത്സഭക്ഷോദേശം കൗസ്തുഭവനമാല ശോഭിതകളസ്ഥലം പാണികൾ മുഖപത്മം നേത്രങ്ങൾ അളകങ്ങൾ കുണ്ടലദ്വന്ദ്വങ്ങളും ഊർധ്വകുണ്ട്രവും കിരീടാന്തമിങ്ങനെ തന്നെ തന്നുട മനസ്സുറപ്പോളവും കൂടെ കൂടെ പിന്നെയും പിന്നെയും മേന്മേൽ അനുദിനം നിത്യം ധ്യാനിച്ചു മനക്കാമ്പിൽ പ്രത്യക്ഷമാകും നേരം താനേ വന്നുറച്ചീടും ഭക്തിയും ഇളകാതെ ഭക്തിയുണ്ടായാൽ പിന്നെ മുക്തിയും വന്നിടുന്നു. വളരെ രസകരമായിരിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചു. അനിവാര്യമായിരിക്കുന്ന ഭക്തി ഒരു മാനസിക സ്ഥിതിയാണ്. ഈ മനസ്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയവുമാണ്. ഭക്തി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണമെന്ന് ആദ്യം മുതൽ ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കുന്ന കപിലഗീതയില് ആസക്തം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തോട് ആസക്തിയുള്ള ഭക്തി വാസ്തവത്തിൽ വളരെ കഷ്ടതരമാണ്. അതല്ല ആവശ്യം. നേരെ മറിച്ച് വിരക്തമായിരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാകണം, ഭക്തിയും വിരക്തമായിരിക്കണം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സത്യത്തിൽ ഭക്തി, നിഷ്കാമമായിരിക്കുന്ന ഒരു ഭക്തിയുടെ ഉടമയായാൽ അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആവർത്തിച്ച് നിഷ്ഠയിലും അനുഷ്ഠാനത്തിലും കൊണ്ടുവന്നാൽ അത്തരത്തിലുള്ള നിഷ്ഠ അനുഷ്ഠാനമാണ് ഈ പറയുന്ന വരികൾ. ഒന്നുകൂടി വളരെ സാവകാശം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. പാദപങ്കജം, താഴത്തുനിന്ന് മുകളിലേക്കാണ്. പാദപങ്കജം പീതവാസസം നാഭീപത്മം, പുക്കൽക്കൊടി ഭാഗത്തുനിന്നാണല്ലോ താമരപ്പൂവ് ഇങ്ങനെ ജനിച്ചു പോയിട്ട് അതിൽ ഈ പറയുന്ന ബ്രഹ്മാവ് ജനിച്ചത്. ആ പാദപങ്കജം പീതവാസസം നാഭീപത്മം സൂതരബന്ധം ബ്രഹ്മാണ്ടോദയ ജഡരാഭം, അദ്ദേഹത്തിന്റെ ജഡരം ഈ മാറും ഉദരവും അതുപോലെ ഇതെല്ലാം തന്നെ വരികയാണ്. ബ്രഹ്മാണ്ടോദയ ജഡരാഭം ശ്രീവത്സവക്ഷോദേശം, അവ മാറും ഉദരവും ഒക്കെയായി. കൗസ്തുഭവനമാല ശോഭിതകളസ്ഥല, കഴുത്തായി. പാണികൾ മുഖപത്മം, മുഖമായി, കൈകളെല്ലാമായി. നേത്രങ്ങൾ കണ്ണുകളായി. അളകങ്ങൾ പുരിക കൊടികളായി. കുണ്ടലദ്വന്ദ്വങ്ങളും ഊർധ്വകുണ്ട്രവും, അദ്ദേഹത്തിന്റെ ഗോപിക്കുറിയും അതുപോലെ കുണ്ടലങ്ങളും ഒക്കെ ധരിച്ചിരിക്കുന്ന മുഖാരവിന്ദത്തെ ഇങ്ങനെ ഭംഗിയായിട്ടിട്ട് കിരീടാന്തം ഇങ്ങനെ തന്നെ, കേശാദിപാദം മുഴുവനും ഇതേ രീതിയിൽ തന്നെ തന്നുട മനസ്സുറപ്പോളവും കൂടെ കൂടെ പിന്നെയും പിന്നെയും മേന്മേൽ അനുദിനം നിത്യം ധ്യാനിച്ച് മനക്കാമ്പിൽ പ്രത്യക്ഷമാകും നേരം താനേ വന്നുറച്ചിടും ഭക്തിയും ഇളകാതെ. അങ്ങനെ ധ്യാനിച്ച് ഭക്തി നമ്മൾ സമ്പാദിക്കണം. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന, ഭക്തി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇന്ന് കാണുന്ന രീതിയിലല്ല എന്ന് വ്യക്തമായില്ലേ? ഭാഗവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഭക്തി ഉണ്ടോ എന്നറിയാനായിട്ട് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഭക്തി എന്നതിനെ വിശേഷിപ്പിക്കാവൂ എന്ന് പലവട്ടം പറഞ്ഞു. അത് തന്നെ ഇവിടെ ആവർത്തിച്ച് പറയുക. അപ്പോ ഭക്തി എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ ഭഗവാനെ സ്ഥൂല രൂപത്തിൽ സഗുണ ആകാര രൂപത്തിൽ തന്നെ ധ്യാനിച്ച് ഭഗവാന്റെ പാദാദികേശം ഇങ്ങനെ നല്ല രീതിയിൽ കണ്ട് ഉറപ്പിച്ച്, ആ കണ്ട് ഉറപ്പിച്ച് എന്ന് പറയുന്നതാണ് ധ്യാനക്രമം. മനോമുഖരത്തിൽ മനസ്സുകൊണ്ട് കണ്ട് അതിനെ ഉറപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് പലതും നേടാനായിട്ട് സാധിക്കും. അങ്ങനെ ധ്യാനിച്ച് മനക്കാമ്പിൽ പ്രത്യക്ഷമാകും നേരം താനേ വന്നുറച്ചിടും ഭക്തി ഉളകാതെ. അതുവരേക്ക് ഭക്തിയില്ല. ഭക്തി എന്ന് പറയുന്ന ഇളകാത്ത ഭക്തി, ചഞ്ചലമായിരിക്കുന്ന മനസ്സിന്റെ വികാരമല്ല അത്. അപ്പൊ എല്ലാ തരത്തിലും അചഞ്ചലമായിരിക്കുന്ന ഒരു ഭക്തി നമ്മളിൽ ഉണ്ടാകുന്നത് ധ്യാനക്രമത്തിലൂടെ ശക്തമായിരിക്കുന്ന രൂപവും ഭാവവും എല്ലാം തന്നെ ഉൾക്കൊള്ളുമ്പോഴാണ്. ഇങ്ങനെയുള്ള ഭക്തിയും ചതുർവിധം ഉണ്ടല്ലോ. 4 തരം ഭക്തിയാണുള്ളത്.
ഭക്തിയും ചതുർവിധമുണ്ടല്ലോ ചൊല്ലിയിടവൻ താമസി കറുത്തിരണ്ടത്, രാജസിയും ചുവന്നത്, സാത്വഗുണാതീത സാത്വികമായത് ഗുണാതീതമായത്. അപ്പൊ ഇവിടെയെല്ലാം തന്നെ ആദ്യം നമ്മൾ കാണുന്ന ഭക്തിയുടെ പ്രത്യേകത താമസി ഇരുണ്ടത് കറുത്തത്, രാജസി ചുവന്നത്, സാത്വികി എന്ന് പറയുമ്പോൾ വെളുത്തത്, ഗുണാതീതം എന്ന് പറയുമ്പോൾ തുര്യ എന്ന് പറയുന്ന ആനന്ദാനുഭൂതിയിലേക്ക് ചെല്ലുന്നത്. താമസി രാജസിയും സാത്വികി ഗുണാതീത സാമാന്യം രണ്ട് രണ്ട് മോക്ഷദായിനികൾ പോൽ, എല്ലാം മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഈ പറയുന്ന താമസിയായിരിക്കുന്ന ഭക്തി ഇരുണ്ട കറുത്തിരുണ്ട അല്ലെങ്കിൽ ഇരുട്ടിൽ തപ്പിത്തടയുന്ന രീതിയിലുള്ള ആ ഭക്തി വാസ്തവത്തിൽ നമുക്ക് ആവശ്യമുള്ളതല്ല. അതുകൊണ്ട് യാതൊരു മുക്തിയും കിട്ടാൻ പോകുന്നില്ല. താമസി എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ സമ്പ്രദായം പരിശോധിച്ചാൽ തന്നെ അറിയാം, അന്ധവിശ്വാസ ജടിലമായിരിക്കുന്ന ഭക്തി, ഈശ്വരനെ വ്യക്തമായിട്ട് ധരിക്കാതെ അജ്ഞാനജന്യമായിട്ടുള്ള ചില സംഗതികളും വച്ചു പുലർത്തിക്കൊണ്ടുള്ള യാത്ര, ഇതാണ് വാസ്തവത്തിൽ താമസി ഭക്തി. നമ്മൾ കറുത്തിരണ്ട് ഒരു പ്രദേശത്ത് കടക്കുമ്പോൾ വെളിച്ചം കാണാൻ കൊതിക്കുന്ന പോലെ ഇരുട്ടിൽ നമ്മൾ നടത്തുന്നത് മുഴുവൻ തപ്പിത്തടയലാണ്. അപ്പൊ ഇരുട്ടിൽ തപ്പിത്തടയുന്ന രീതിയെല്ലാം തന്നെ അസ്തമിക്കണമെങ്കിൽ വെളിച്ചം വരണം. അപ്പോ ഭക്തി താമസിയാണെങ്കിൽ ഒരു ഗുണവുമില്ല എന്ന്, ഗുണരഹിതമാണ്, യാതൊരു ഗുണവും നമുക്ക് ചെയ്യുന്നില്ല. മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ വാതിൽക്കൽ പോലും എത്തി നിൽക്കുന്നില്ല എന്ന്. ഇതാണ് ആ ഭക്തിയുടെ പ്രത്യേകത. അപ്പോൾ താമസീ ഭക്തി നമുക്ക് ഒട്ടും തന്നെ അനുയോജ്യമല്ല, മുക്തിക്ക് ഹേതുവല്ല. ചിലത് പറഞ്ഞാൽ ചിലർക്ക് പിടിക്കുമോ എന്നറിയില്ല. ഏതായാലും താമസീ ഭക്തിയുടെ ഭാഗങ്ങളാണ് ഇന്നിപ്പോൾ പറയുന്ന, നമ്മളെല്ലാവരും പറയാറുണ്ട് അത് കൗളപൂജയാണ്, കൗളമാർഗമാണ്, ശാക്തേയ സമ്പ്രദായമാണ് എന്നെല്ലാം ഇങ്ങനെ പറയും. മൃഗങ്ങളെയും അതുപോലുള്ള മത്സ്യം മാംസം ഇത്യാദി സംഗതികൾ വെച്ചുകൊണ്ട് നടത്തുന്ന പൂജ, ഇതെല്ലാം താമസീ ഭക്തി തന്നെയാണ്. എന്താ ഈ താമസീ ഭക്തി? അവിടെ മൂർത്തികളെ വെച്ച് പൂജിക്കുന്നതും അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മൃഗബലി നടത്തുന്ന അരബലി വരെ. ഈയിട നമ്മൾ കണ്ടില്ലേ, ഒരു പെൺകുട്ടി, ഈ പറയുന്ന സ്ത്രീരത്നമാണ്, അവൾ വാസ്തവത്തിൽ അമ്മയാണെന്ന് പറയാൻ തന്നെ യോഗ്യമാണോ എന്നറിയില്ല. സന്തതിയെ ഇങ്ങനെ 6 വയസ്സുകാരൻ ആയിട്ടുള്ള ഒരു കുട്ടിയെ ബലി കൊടുക്കുക, നരബലി. എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വിചിത്രമായിരിക്കുന്ന ഭാവി, ഒരു ഉട്ടോപ്യൻ ഡ്രീം, അതെല്ലാം തന്നെ നടത്തിക്കൊണ്ട് കുട്ടികളെ ബലി കൊടുക്കുക. ഇത് വടക്കേന്ത്യയിൽ അധികം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് ധരിക്കുന്നു, എന്താണെന്ന് അറിയില്ല. അപ്പൊ ഏതായാലും ഇങ്ങനെ മൃഗങ്ങളെ ബലി കഴിക്കുന്നത് പോലും മൃഗീയം. പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുമില്ല. എബ്രഹാം നബി മകനെ കൊണ്ടുപോയി ബലി കഴിക്കാനായിട്ട് പോയി എന്ന് പറയുന്നതും, ഹരിശ്ചന്ദ്ര മഹാരാജാവ് മകനെ ബലി കഴിക്കാൻ മടിച്ചതും, ഈ കഥകളെല്ലാം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പ്രാകൃത മനസ്ഥിതി അല്ലെങ്കിൽ മനുഷ്യന്റെ വികൃതമായിരിക്കുന്ന മനസ്സിന്റെ പരിണത ഫലമായിട്ടാണ് ഈ ബലിക്രിയകളെല്ലാം തന്നെ വരുന്നത്. ബലി എന്ന് പറയുന്നത് ഉദാത്തമായിട്ടുള്ളൊരു ബലി ഞാൻ കാണുന്നത് ക്രിസ്തുവിലാണ്. അപ്പോൾ ക്രിസ്തുദേവൻ എന്ത് ചെയ്തു? ഈ ബലിയൊന്നുമല്ല ബലി, ആത്മബലിയാണ് ബലി, തന്നെ ബലി കഴിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ബലി കഴിക്കുന്നതാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് അവനവന്റെ രക്തത്തെയും മാംസത്തെയും എല്ലാം തന്നെ സമർപ്പിക്കുന്ന രീതി ബലിയായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത്. അത് ആർഷ സംസ്കാരത്തിന്റെ ഉദാത്തമായ സോഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കുന്ന സനാതന ഭാവത്തിലേക്ക് വന്ന വേദാന്ത രഹസ്യം, വേദാന്ത രസവുമാണ്. നല്ലപോലെ ഉറപ്പിക്കുക. ആ സത്യത്തിൽ ആത്മീയമായിട്ട് ഔന്നത്യം നേടിയിട്ടുള്ളവര് അവർ സാധിക്കുന്ന ഒരു സംഗതിയാണ്. തന്റെ കുട്ടികളെ ബലി കഴിച്ചുകൊണ്ടല്ല, മറ്റ് നിരപരാധികളായിട്ടുള്ള മൃഗങ്ങളെ ബലി കഴിച്ചുകൊണ്ടല്ല, ആ ബലിക്രിയകളെല്ലാം തന്നെ താമസമായിരിക്കുന്ന ഭക്തിയുടെ ഭാവങ്ങളാണ്. അതൊന്നും വാസ്തവത്തിൽ അനുയോജ്യമല്ല മുക്തിക്ക്. മുക്തിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടൊന്നും യാതൊരു ഫലവുമില്ല. കൂടുതൽ നമ്മൾ നരകത്തിലേക്ക്, അതായത് ബന്ധം, മോക്ഷമില്ലാത്തൊരവസ്ഥ, അങ്ങോട്ടേക്ക് തന്നെ അധപ്പതിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. താമസീ ഭക്തിയുടെ കാര്യങ്ങൾ വിശദമായിട്ട് നാം കപിലൻ പറയുന്ന രീതിയിലേക്ക് നമുക്ക് മൂലത്തിലേക്ക് അടക്കുമ്പോൾ വീണ്ടും കടക്കാം. അതിന് ആമുഖമായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇടുന്നു എന്ന് മാത്രം. അപ്പോൾ താമസീ എന്ന് പറയുന്ന ഭക്തി വളരെ വിചിത്രം, വികൃതം, വികലം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അത് കലികാലത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന അടിക്കടി വർദ്ധിച്ചു വരുന്ന അത്തരത്തിലുള്ള പൂജാക്രമങ്ങൾ പോലും സത്യത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത, ഭാഗവത പ്രേമിക്ക് യോജിക്കാൻ പറ്റാത്ത ഭക്തി പ്രകടനമാണ് ഈ താമസീ ഭക്തി. മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട്. കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു, മുരുകനെ സേവിക്കുന്നവർ പോലും കവളത്തെ ഈ വേലെല്ലാം തന്നെ കുത്തി തറച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള പ്രയോഗങ്ങൾ, പീഡനങ്ങൾ എന്ന് പറയാം, ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് നടത്തുന്നതും വാസ്തവത്തിൽ അത് സാത്വിക ഭക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം തന്നെ രാജസമോ താമസമോമായിരിക്കുന്ന ഗുണങ്ങൾ നമ്മളിൽ അതിക്രമിച്ചിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന അതിശക്തമായിരിക്കുന്ന കോലാഹലങ്ങളാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്ത ഒരു ഭക്തിക്രമമാണ് താമസി, ഒരിക്കലും അരുതേ. നാരായണ ഗുരുദേവൻ
സത്യത്തിൽ ഈ കേരള കരയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് തന്റേതായിട്ടുള്ള സന്യാസവൃത്തിയെല്ലാം തന്നെ മാറ്റി സമൂഹത്തിലേക്ക് ഇറങ്ങണമെന്ന് കരുതി ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ചെയ്തത് ചാത്തൻ മറുത എന്നെല്ലാം പറയുന്ന നീചമൂർത്തികളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അധപ്പതിച്ച സമ്പ്രദായങ്ങളെ ഇല്ലാതെയാക്കലാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടോ ആവോ? പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വീണ്ടും നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഈ ചാത്തനും മറുതയൊക്കെ വീണ്ടും കയറി വരുന്ന രംഗമാണ്. അത് താമസമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത്തരത്തിലുള്ള മൂർത്തി പൂജ കൊണ്ട് നമ്മൾ അധപ്പതിക്കുകയുള്ളൂ. സമൂഹത്തിന് മേന്മയോ നന്മയോ ഉണ്ടാകുന്നതിന് പകരം അധപ്പതിച്ച ഒരു സംസ്കാരത്തിന്റെ ഉടമകളായിട്ട് മാറും. അത് അരുതേയം. അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹം ചാത്തൻ മറുത എന്നെല്ലാം പറയുന്ന ഉപാസനാമൂർത്തികളെ, അത്തരത്തിൽ താമസപ്രകൃതികളായിട്ടുള്ള സമ്പ്രദായങ്ങളെ എല്ലാത്തിനെയും മാറ്റണമെന്ന് പറയുന്ന പോലെയുള്ള താമസീ ഭക്തിയുടെ ഒരു മുഖമാണ്. നമുക്ക് ആദ്യം ഒരു പക്ഷേ താമസമായിരിക്കുന്ന ഭക്തിയായിരിക്കും ഉണ്ടാകുക. ഗുരുവായൂരിൽ നിന്ന് തൊഴുന്നുണ്ട്, പക്ഷേ ഗുരുവായൂരപ്പൻ അറിഞ്ഞുകൂടാത്തൊരവസ്ഥയും താമസീയ ഭക്തിയാണ്. അവിടെ ചെന്ന് വഴിപാടുകൾ കഴിച്ച് ഓട്ടപ്രദക്ഷിണം നടത്തിയോ ആഹാരവും കഴിച്ച് തിരിച്ചു പോരുന്നതും അതിനെ നമുക്ക് സാത്വികീ ഭക്തി എന്ന് പോലും പറയാൻ നിവൃത്തിയില്ല. അവിടെ ചെന്ന് ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ നേരത്തെ പറഞ്ഞ ഗുണഗണങ്ങളും രൂപവും അതിന്റെ ലാവണ്യവും ഇതെല്ലാം തന്നെയുള്ള ഈശ്വര സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് നടത്തുന്ന രീതിയിലേക്ക് വന്നാൽ ആ ഭക്തി സാത്വികമായിട്ട് മാറും. പക്ഷേ നമ്മൾ ചെയ്യുന്ന അതല്ല. നമ്മൾ എന്തൊക്കെയോ വഴിപാടുകൾ കഴിച്ചുകൊണ്ട്, അതുപോലെ എന്തെല്ലാം നിരർത്ഥകങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്തെല്ലാമാണോ കാട്ടിക്കൂട്ടുന്ന ആ പേക്കൂത്തുകളെല്ലാം തന്നെ നമ്മളെ മലിനമാക്കുകയാണ്. അതാണ് താമസീ ഭക്തിയുടെ പ്രത്യേകത. ഇനി രാജസം എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ഇതുപോലെ തന്നെ ഒട്ടും തന്നെ മേന്മ കൂടുതലെന്ന് പറയാൻ നിവൃത്തിയില്ല. രാജസമായത് ചുവന്നതാണ്. അപ്പൊ ഈ ചുവന്ന രീതി എന്ന് പറയുമ്പോൾ അത് രൂക്ഷമാണ്. നേരത്തെ പറഞ്ഞ പോലെ ചോരയെല്ലാം തന്നെ ഗുരുതി എന്ന് പറയുന്ന രീതി, അത് ജീവികളുടെ ചോരയാകാം, അല്ലെങ്കിൽ ചുണ്ണാമ്പും മഞ്ഞളും കലക്കി വെച്ചിട്ടുള്ള സമ്പ്രദായമായാൽ പോലും അവിടെ ചുവപ്പ് എന്ന് പറയുന്ന നിറം കൊടുക്കുന്ന അത്തരത്തിലൊരു കളർ അത് കൊടുക്കുന്ന രീതി വരുമ്പോൾ ആ ഭക്തി രാജസഭക്തിയാണ്. അതും മേന്മയുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും രസകരമായിരിക്കുന്നൊരവസ്ഥ, താമസി എന്ന് പറയുന്ന ഭക്തിയുടെ അത്രയും കടുപ്പം ഈ രാജസീ ഭക്തിക്കില്ല. പക്ഷേ രാജസമായിരിക്കുന്ന ഭക്തിയും നന്നല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടും നമ്മൾ മുക്തന്മാരാകുന്നില്ല എന്ന് ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളെ കൊണ്ട് സംജാതമാകുന്ന ഒരു സ്ഥിതി വിശേഷം സൃഷ്ടിച്ച് ഈശ്വരോപാസന നടത്തുന്നു എന്നുള്ള മട്ടിൽ ഭക്തിയെ പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബുദ്ധിമുട്ടുകളാണ്. അത് അറിയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ രണ്ടും. ഇനി മൂന്നാമത് സാത്വികി എന്ന് പറയുന്ന ഭക്തിയെ പറ്റി പറഞ്ഞു. ശുദ്ധ, വെളുത്ത, അല്ലെങ്കിൽ അത്രമാത്രത്തിൽ അന്ധകരണമെല്ലാം തന്നെ നിർമ്മലമാകുന്ന രീതിയിലുള്ള ഭക്തി. ഏതായാലും ആ ഭക്തിയുടെ കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, ആ ഭക്തിയും വാസ്തവത്തിൽ നമുക്ക് പല തടസ്സങ്ങളും സൃഷ്ടിക്കും. സാത്വികമായിരിക്കുന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ കൂടി ആ സാത്വികയും അല്ലെങ്കിൽ സാത്വികത എന്ന് പറയുന്ന ഭക്തിയുടെ ഭാവവും തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതാണ് നമ്മുടെ വേദാന്തം നമ്മളെ പഠിപ്പിക്കുന്ന 3 ഗുണങ്ങളും ഇല്ലാതെയായേ മതിയാകും. സാത്വികന്റെ ആയസം താമസം എന്ന് പറയുന്ന 3 ഗുണങ്ങളും വാസ്തവത്തിൽ ദോഷങ്ങൾ തന്നെയാണ് എന്ന്. ത്രിഗുണങ്ങളെ ഗുണങ്ങൾ എന്ന് പറയുന്നതിന് പകരം ത്രിദോഷങ്ങൾ എന്ന് പറയായിരിക്കും നല്ലത്. സംസാരത്തിലേക്ക് ജനിക്കാ മരിക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന ജീവൻ ഈ 3 ഗുണങ്ങളെ കൊണ്ട് നമ്മൾ കെട്ടിയിടപ്പെട്ട, ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിലേക്കാകുകയാണ്. അപ്പൊ ഗുണങ്ങളെല്ലാം തന്നെ ദോഷങ്ങളാണ്. സാത്വികത വെളുത്തത് നല്ലതാണ്, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നല്ലതാണ്. രാജസമല്ലാത്തത് കൊണ്ട്, താമസമല്ലാത്തത് കൊണ്ട്, കറുപ്പും ചുവപ്പും അല്ലാത്തത് കൊണ്ട് സാത്വികമെന്ന് പറയുന്ന ഗുണം വളരെ നല്ലതാണെങ്കിൽ കൂടി അതും വാസ്തവത്തിൽ നമ്മളെ ബന്ധിക്കുന്ന, നമ്മളെ കെട്ടിയിടുന്ന ഒന്നായതുകൊണ്ട് അതിനെയും തരണം ചെയ്യണം. അതാണ് 4ാമത്തെ ഭക്തി, ഗുണാതീത. ഗുണാതീത. അപ്പൊ ഗുണാതീതമാകുന്ന ആ ഭക്തിക്ക് മാത്രമേ എന്തെങ്കിലും നമുക്ക് ഗുണം ചെയ്യാൻ അല്ലെങ്കിൽ ഗുണം കിട്ടാൻ, എന്തെങ്കിലും നേട്ടം കൈവരിക്കാനുള്ളൂ. അല്ലാത്ത പക്ഷം രാജസമായാലും താമസമായാലും സത്യമായ പോലും അതെല്ലാം തന്നെ അതിനെ അതിജീവിച്ചാലേ നമുക്ക് മോക്ഷത്തിന് അർഹതയുള്ളൂ. ഗുണാതീതമായിട്ടുള്ള ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഗുണാതീതമാവുമ്പോൾ ഭഗവാന്റെ രൂപം പോയി. ഭഗവാന്റെ രൂപത്തിലാണ് ധ്യാനിച്ചു തുടങ്ങിയത് എങ്കിലും കേശാദിപാദവും പാദാദികേശവും എല്ലാം തന്നെ ഓരോരോ സംഗതികൾ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പോകുന്ന ആ ഭക്തന്റെ ആ രൂപവും ഭാവവും എല്ലാം തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഗുണാതീതമാവും പ്രണവത്തിലേക്ക് കടക്കുകയാണ്. പ്രണവം എന്ന് പറയുന്ന ഗുണാതീതമായിരിക്കുന്ന ഒരവസ്ഥ. സന്ദർഭവശാൽ ഒരു കാര്യവും കൂടി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നാൽ ആ കപിലഗീതയിൽ മൂലത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നുകൂടി ഗഹനമായിട്ട് ചിന്തിക്കാൻ പറ്റും. പ്രണവം എന്ന് പറയുന്നത് ബ്രഹ്മവാചകമാണ്. നമ്മൾ പലവട്ടം അത് കേട്ട് കഴിഞ്ഞു. ഈ ബ്രഹ്മവാചകം എന്ന് പറയുന്ന പ്രണവത്തിന് ഗുണങ്ങളില്ല. അത് സാത്വികവുമല്ല, രാജസവുമല്ല, താമസവുമല്ല, അത് ഗുണാതീതമാണ്. അങ്ങനെ ഗുണാതീതമായിരിക്കുന്ന പ്രണവം ബ്രഹ്മവാചകമായതുകൊണ്ട് അത് ഗുണങ്ങളിലേക്ക് വരുമ്പോൾ അത് എന്ന് പറയുന്ന 3 ഘടകങ്ങളായിട്ട് മാറുമ്പോഴാണ് പ്രശ്നം. അവിടെ ഗുണങ്ങളായിട്ട് തിരിഞ്ഞപ്പോൾ അവിടെ ബ്രഹ്മാവായി, വിഷ്ണുവായി, രുദ്രനായി, സൃഷ്ടിയായി, സ്ഥിതിയായി, സംഹാരമായി. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ഭക്തി എന്ന് പറയുന്ന നിർമ്മലമാണ്, അത് വളരെയേറെ സാത്വികമാണ് എന്ന് പറഞ്ഞാൽ പോലും കാര്യമില്ല. സാത്വികത്തിനോ അപ്പുറത്തേക്ക് കടന്നിട്ട് ഗുണാതീതമായിരിക്കുന്ന ഒരു ഭാവത്തെ നമ്മൾ ആർജിക്കുമ്പോഴാണ് ഭക്തി ആസക്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുള്ളൂ. ബന്ധപ്പെട്ട് പല പല ആവശ്യങ്ങൾ ഉന്നയിച്ച് വീണ്ടും കെട്ടിക്കിടക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഭക്തി ഇല്ലാതെ ആയെങ്കിലേ മുക്തിയുള്ളൂ എന്ന് നമ്മൾ കപിലഗീത, നാരായണ ഭട്ടതിരിപ്പാടായാലും ഇപ്പോൾ എഴുത്തച്ഛനായാലും അവരെല്ലാവരും തന്നെ പറഞ്ഞു തരുന്നത് ആസക്തമല്ലാത്ത മനസ്സിന്റെ ഉടമയാകുക, വിരക്തമായിട്ടുള്ള മനസ്സിന്റെ ഉടമയാകുക. അത്തരത്തിൽ വരുമ്പോഴാണ് ഭക്തി മുക്തിക്ക് ഹേതു എന്ന്. അതിനെന്ത് വേണം? ഗുണാതീതമായിരിക്കണം. അങ്ങനെ ഗുണാതീതമായിട്ടുള്ള ഭക്തി ഉണ്ടായെങ്കിലേ മോക്ഷമുള്ളൂ എന്ന് പറയുന്ന കപിലഗീതയിലെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ദശമസ്കന്ധത്തിലെ കുചേലനെ കാണാം, സന്താനഗോപാല ബ്രാഹ്മണനെ കാണാം. അവർ രണ്ടുപേരും കുട്ടികൾ വേണം, അല്ലെങ്കിൽ സ്വത്ത് വേണം, അല്ലെങ്കിൽ ദാരിദ്ര്യം പോകണം എന്നുള്ള രീതിയിൽ ഭഗവാനെ ആശ്രയിച്ചപ്പോൾ അതെല്ലാം കിട്ടും. പക്ഷേ വൈകുണ്ഠ ദർശനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദ്വാരകയിലേക്കുള്ള ഗമനം എന്ന് പറയുന്ന, മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ അത് പ്രാപിക്കണമെങ്കിൽ ഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് പോകണം. 10 കുട്ടികൾ മരിക്കേണ്ടി വന്നില്ലേ ബ്രാഹ്മണന്? ഈ 10 കുട്ടികൾ മരിച്ചപ്പോൾ സാത്വികമായി എന്ന് പറയുന്ന ഗുണത്തിന്റെ സകലതും നഷ്ടപ്പെട്ടു പോയി. രാജസം താമസം എന്ന് പറയുന്ന ഗുണങ്ങളില്ലാത്തൊരവസ്ഥയിലാണ് ബ്രാഹ്മണനാകുന്നത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ രാജസ പ്രകൃതിയല്ല, താമസ പ്രകൃതിയല്ല, സാത്വിക പ്രകൃതിയാണ്. ആ സാത്വിക പ്രകൃതിയായിട്ടുള്ള ബ്രാഹ്മണന്റെ 10 കുട്ടികളാണ് മരിക്കുന്നത്. അത് സാത്വികതയുടെ 10 ഗുണങ്ങളാണ്. അപ്പോൾ ഗുണങ്ങളെല്ലാം തന്നെ ഇല്ലാതെയായപ്പോൾ 10 കുട്ടികൾ മരിച്ചപ്പോൾ വൈകുണ്ഠപദപ്രാപ്തി എന്ന് പറയുന്ന ലക്ഷ്യം നടന്നു എന്നാണ് കഥയുടെ പൊരുൾ. അതാണ് രഹസ്യം. പക്ഷെ ഇത്തരത്തിലുള്ള ഗുണാതീതമായിരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ എന്തു വേണം? നേരത്തെ പറഞ്ഞ പോലെ മായയെ അതിജീവിക്കണം. മായയെ അതിജീവിക്കണമെങ്കിൽ ഭഗവാന്റേതായുള്ള രൂപധ്യാനം ഇവിടെ പ്രത്യേകിച്ച് വിട്ടുവന്നിരിക്കുന്നത് പാദപങ്കജം പീതവാസസം ഇത് അത്യാവശ്യമാണ്. ആദ്യം ഒരു ബൊമ്മയൊക്കെ വെച്ച് വേണം പൂജിക്കാൻ, ഒരു പടവും ചിത്രവും ഇതെല്ലാം തന്നെ വെച്ച് വേണം ആരാധിക്കാൻ. അപ്പൊ എല്ലാ തരത്തിലും അത്തരത്തിലുള്ള പൂജാക്രമത്തിൽ അല്ലെങ്കിൽ ധ്യാനക്രമത്തിലാണ് നമ്മൾ ഉണരുന്നത്, ഉയരുന്നത്. ഇവിടെയും പ്രത്യേകിച്ചും പറഞ്ഞത് എന്താ? പാദപങ്കജം കാണാതെ പറ്റുമോ? ഭഗവാന്റെ നല്ല സുന്ദരമായിട്ടുള്ള പാദങ്ങൾ. ആ പാദപങ്കജം പീതവാസസം, നല്ല മഞ്ഞമുണ്ട് ഉടുത്തിട്ടുള്ളത്, അതും കാണണം. നാഭീപത്മം, ബ്രഹ്മാവ് ജനിച്ചിരിക്കുന്ന നാഭിയിലുള്ള ആ പത്മം കണ്ടു. സൂതരബന്ധം, ബ്രഹ്മാണ്ടോദയ ജഡരാഭം, ഈ ലോകത്തെ മുഴുവൻ ജനിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഉദരവും കണ്ടു. ശ്രീവത്സവക്ഷോദേശം, ശ്രീവത്സം, അതുപോലെ അത്തരത്തിലുള്ള വക്ഷപ്രദേശം, ഉരസ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാരടവും കണ്ടു. കൗസ്തുഭവനമാല ശോഭിതകള സ്ഥലം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സുന്ദരങ്ങളായിട്ടുള്ള ആഭരണാദികൾ ഇതെല്ലാം തന്നെ ദർശിച്ചു. കുണ്ടലങ്ങൾ 2 കാതുകളിലുള്ളതെല്ലാം കണ്ടു. ഊർധ്വപുണ്ഡ്രം, ഗോപിക്കുറി എല്ലാം തന്നെ കണ്ടു. കിരീടം ഇതെല്ലാം തന്നെ കണ്ടു. ഇതെല്ലാം തന്നെ കണ്ടത് എന്തിനാ? താഴത്തുനിന്ന് മുകളിലേക്ക് പോയപ്പോൾ താഴത്തെ എല്ലാം തന്നെ മറക്കാനല്ല, മുകളിൽ ചെന്നിട്ട് മുകളിലത്തെയും മറന്നിട്ട് താഴത്തേക്ക് പോരാനുമല്ല. അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് താഴത്തേക്കും മുകളിലേക്കും കുറെ നാള്, അത്തരത്തിൽ കുറെ ദൂരം ഈ ധ്യാനക്രമത്തിൽ ഇങ്ങനെ പോയി കഴിയുമ്പോൾ രൂപമെല്ലാം തന്നെ കെട്ട ഒരവസ്ഥ വരും. അത് മനസ്സിൽ ഇപ്പോഴേ വയ്ക്കുക. നാമവും രൂപവും അസ്തമിച്ചൊരവസ്ഥ. നാമവും രൂപവും ഒന്നമോ ഭഗവതേ വാസുദേവായ, ഇദ്ദേഹം പാടിത്തന്ന ഇത്തരത്തിലുള്ളൊരു ബിംബം, അത്തരത്തിലുള്ളൊരു വിഗ്രഹം, അത്തരത്തിലുള്ള രൂപമെല്ലാം തന്നെ കണ്ടുകൊണ്ട് ജപിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി കുറെ നാളിങ്ങനെ കഴിയുമ്പോൾ രൂപം കാണാനില്ല. അത് തിരോധാനം ചെയ്യണം. അപ്പോൾ നിർബന്ധമായിട്ടും ഭഗവാന്റെ വിഗ്രഹമെല്ലാം തന്നെ പ്രതിഷ്ഠിച്ച് ധ്യാനിച്ചു പോകുന്ന ഭക്തി സമ്പാദിച്ചൊരു വ്യക്തി, ഗുണാതീതമായിരിക്കുന്ന ഒരു ഭക്തിയെ സമ്പാദിച്ചു കഴിഞ്ഞാൽ അയാളുടെ വിഗ്രഹമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അയാൾ സൃഷ്ടിച്ചതായിട്ടുള്ള രൂപങ്ങളെല്ലാം തന്നെ പോയി. അത്തരത്തിൽ മനോമകരത്തിൽ കണ്ട ആ രൂപങ്ങളെല്ലാം തന്നെ ഇല്ലാതെയായി. ഇതെല്ലാം തന്നെ ഈ ഭാഗവത കഥകളിലൂടെ കുറച്ചുകൂടി ഗഹനമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള അവസരം വരുന്നുണ്ട്. ഏതായാലും ഗുണാതീതമായിരിക്കുന്ന ഭാവത്തെയും കപിലമുനി തന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു എന്ന് ഒന്നുകൂടി ഇവിടെ ചിന്തിച്ചു നോക്കൂ. പാദപങ്കജം പീതവാസസം നാഭീപത്മം സൂതരബന്ധം ബ്രഹ്മാണ്ടോദയ ജഡരാപം ശ്രീവത്സവക്ഷോദേശം കൗസ്തുഭവനമാല ശോഭിതകളസ്ഥലം പാണികൾ മുഖപത്മം നേത്രങ്ങൾ അളകങ്ങൾ കുണ്ടലദ്വന്ദ്വങ്ങളും ഊർധപുണ്ഡ്രവും കിരീടാന്തം ഇങ്ങനെ തന്നെ തന്നുടെ മാനസമുറപ്പോളം കൂടെ കൂടെ പിന്നെയും മേന്മേലനുദിനം നിത്യം ധ്യാനിച്ച് മനക്കാമ്പിൽ പ്രത്യക്ഷമാകും നേരം താനേ വന്ന് ഉറച്ചിടും ഭക്തിയും ഇളകാതെ ഭക്തി ഉണ്ടായാൽ പിന്നെ മുക്തിയും വന്നിടുന്നു. ഭക്തിയും ചതുർവിധമുണ്ടല്ലോ ചൊല്ലിയിടുവൻ താമസി രാജസീയം സാത്വികീ ഗുണാതീത. ഇനി പറയുന്ന ഭാഗം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഗുണാതീത ഭക്തി അനിവാര്യം എന്നതിൽ ഗുണാതീത വന്ന് ഉദിച്ചിടുന്നാകിൽ തന്നുടെ മനക്കാമ്പിൽ ഇച്ഛയില്ലെന്നാകിലും
തന്നിലും തന്നീടും മോക്ഷം സ്വധർമ്മേണ നിസ്പൃഹന്നത വന്നുകൂടിയിടോവൻ തന്നോട് മഹിമയും മറ്റൊരു പുരുഷനില്ലെന്നു ചൊല്ലുന്നു വേദം. കുറ്റമില്ലവൻ ഒന്നുകൊണ്ടുപൊങ്ങ് ഒരേടത്തും. ഒന്നും യാചിച്ചില്ലെങ്കിൽ തന്നെ, യാതൊന്നും ആഗ്രഹിച്ചില്ലെങ്കിൽ തന്നെ ഇത്തരത്തിൽ ഗുണാതീതമായിരിക്കുന്ന ഒരു ഭക്തിയിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹത്തിന് വേണ്ടുന്നതെല്ലാം തന്നെ കിട്ടുമെന്ന്. ഇതിന് കുചേലനാണ് ഉദാഹരണം. കുചേലൻ വാസ്തവത്തിൽ കുചേലപത്നി പറഞ്ഞിട്ട് 4 പിടി അവലും പൊതിഞ്ഞ് കെട്ടി കക്ഷത്തിൽ ഇറുക്കി പിടിച്ച് ദ്വാരകയിലേക്ക് പോയി എന്നാണല്ലോ കഥ. പക്ഷേ കുചേലൻ എങ്ങനെയാ പോകുന്നത്? നാരായണനെ കാണണം, കൃഷ്ണനെ കാണണം, തന്റെ സ്വന്തം സഹചാരിയായിരുന്ന തന്റെ സതീർത്ഥ്യനെ കാണണം, ഒന്ന് ഭംഗിയായിട്ട് കെട്ടിപ്പിടിക്കണം, വാസ്തവത്തിൽ ആനന്ദിക്കണം. അതല്ലാതെ മറ്റേ യാതൊരു ചിന്തയും ഈ കുചേലനില്ല. കുചേലപത്നിയുടെ ആവശ്യമൊന്നും ഓർക്കുന്നേയില്ല. അപ്പൊ ഇത്തരത്തിൽ ഗുണാതീതമായിരിക്കുന്ന ഒരു ഭക്തിയുടെ പ്രതീകമാണ് ഈ കുചേലൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടായിരുന്നോ? യാതൊന്നും ഇച്ഛിച്ചില്ല, എങ്കിലും എല്ലാം നടന്നില്ല. ഇവിടെ പറഞ്ഞതും തന്നുട മനക്കാമ്പിൽ ഇച്ഛയില്ല എന്നാകിലും തന്നീടും മോക്ഷം സ്വധർമ്മേണ നിസ്പൃഹന്നത വന്നുകൂടിയിടും അവൻ തന്നുട മഹിമയും മറ്റൊരു പുരുഷനില്ലെന്ന് ചൊല്ലുന്നു വേദം. കുറ്റമില്ല അവൻ ഒന്നുകൊണ്ടും അങ്ങൊരേടത്തും. അപ്പൊ ഭക്തി ഗുണാതീതം ആയേ മതിയാവും, അതാണ് അനിവാര്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം താമസ ഭക്തിയായിരിക്കും, പിന്നെ രാജസമാകും, പിന്നെ സാത്വികമാകും. ഇത്തരത്തിലുള്ള ഭക്തി എല്ലാം തന്നെ ഉണ്ടാകും. ഇത്തരത്തിൽ ഭക്തി പോലും ഉണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് കുട്ടിയെ ബലി കൊടുത്ത അമ്മയുടെ കഥ ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന് സൂചിപ്പിക്കുന്ന കാരണം അവർക്ക് ഭക്തി ഈശ്വരനോടാണ്. അപ്പൊ അള്ളാഹ് എന്ന് പറയുന്ന ഈശ്വരനോട് അമിതമായിരിക്കുന്ന ഭക്തി തോന്നിയിട്ട് സ്വന്തം കുട്ടിയെ ബലി കഴിക്കുന്ന ആ സമ്പ്രദായം ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെല്ലാം തന്നെ താമസം, ഇരുണ്ടത്, കറുത്തിരുണ്ടത്, അജ്ഞാനജന്യം. അവ വളരെ മോശമായിരിക്കുന്ന ചിത്തത്തിന്റെ വൃത്തികളായിട്ട് വരുന്നു. അതുകൊണ്ടൊന്നും മോക്ഷം കിട്ടുകയില്ല എന്ന് ഭാഗവതം പ്രത്യേകിച്ച് കപിലമുനി പറയുകയാണ്. അതൊന്നും കൊള്ളില്ല, താമസമായിട്ടുള്ള ഭക്തി ഒട്ടും കൊള്ളില്ല, ഇരുട്ടാണത്. ആ ഇരുട്ടിൽ തപ്പിത്തടയുന്ന മുക്തി കിട്ടുകയില്ല. ഇനി രാജസമായാലോ അത് അല്പം ഭേദമെന്ന് മാത്രം, പക്ഷെ അത് നല്ലതല്ല, രൂക്ഷമായിരിക്കുന്ന പ്രകടമായിരിക്കും. അങ്ങനെ ശക്തമായിട്ടുള്ള പ്രകടനത്തിലൂടെ നമുക്ക് വാസ്തവത്തിൽ മോക്ഷം കിട്ടുകയില്ല. ഇനി മൂന്നാമത് സാത്വികം, അതും കടന്നിട്ട് നമ്മൾ ഗുണാതീതം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ നമുക്ക് എന്നതിൽ ഗുണാതീത വന്നു ഉദിച്ചിടുന്നാകിൽ തന്നോട് മനക്കാമ്പിൽ ഇച്ഛയില്ല എങ്കിലും തന്നീടും മോക്ഷം. മോക്ഷത്തിന് വേണ്ടി യാചിക്കണ്ട, പ്രാർത്ഥിക്കണ്ട. അപ്പൊ ഗുണാതീതമായിരിക്കുന്ന ഭക്തിയാണ് മോക്ഷത്തിന് ഹേതു എന്ന് വന്നില്ലേ? അപ്പൊ ഇത്രയും വായിച്ചതിൽ നിന്ന് 10 ശ്ലോകങ്ങളിൽ 7 ശ്ലോകങ്ങളെ കൊണ്ട് നാരായണ ഭട്ടേരിപ്പാട് കപിലഗീത പാടിയത് എഴുത്തച്ഛൻ എന്ന് പറയുന്ന മഹാനുഭാവൻ, ഒന്നുകൂടി ഉറപ്പിക്കണം, നാരായണ ഭട്ടേരിപ്പാടിന് നാരായണീയം രചിക്കാൻ പ്രചോദനമായ ഈ തുഞ്ചത്ത് രാമായണ എഴുത്തച്ഛൻ പറഞ്ഞത് ഭക്തി ഉണ്ടാകാനായിട്ട് ധ്യാനിക്കണം. ധ്യാനിച്ച് നമ്മൾ ഈശ്വരനോട് അമിതമായിരിക്കുന്ന പ്രേമം വച്ച് പുലർത്തി ഭക്തി രസത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് താമസിയായാൽ വേണ്ട, കൊള്ളില്ല. രാജസമായാൽ അതും വേണമെന്നില്ല, അതും നല്ലതല്ല. ഇനി സാത്വികമായാലോ അതും നമ്മൾ ഉപേക്ഷിക്കണം. എന്നിട്ട് ഗുണാതീതമായിട്ടുള്ള ഭക്തിയിലേക്ക് വന്നാൽ അത് സംഭവിക്കുന്ന പടിപടിയായിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്റെ ഒരു ഇച്ഛയില്ലെങ്കിൽ കൂടും മോക്ഷം കിട്ടുമെന്ന്. അതായത് മോക്ഷത്തിന് നമുക്ക് വേണ്ടത്, അനിവാര്യമായിട്ടും നമ്മളിൽ ഉണ്ടാകേണ്ടത് ഗുണാതീതമായിരിക്കുന്ന ഭക്തിയാണ്. എന്തിനു വേണ്ടി? ഭക്തിക്ക് വേണ്ടി. ലവ് ഫോർ ദ സേക്ക് ഓഫ് ലവ്. അപ്പൊ പ്രേമം പ്രേമത്തിന് വേണ്ടി എന്നുള്ളതല്ലാതെ അതിനൊരു പ്രതിഫലേച്ഛ, അല്ലെങ്കിൽ അത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ള അത്തരത്തിലുള്ള ചിന്ത വെച്ച് പുലർത്തിക്കൊണ്ട് ചെയ്യുന്ന താമസപ്രകൃതമോ രാജസപ്രകൃതമോ സാത്വിക പ്രകൃതമോ ഭക്തിക്ക് ഭൂഷണമല്ല. ഭക്തി ഗുണാതീതമായിരിക്കണം എന്നുകൂടി അമ്മയെ ഉപദേശിക്കുകയാണ്. എന്നിട്ടോ ഭക്തിയില്ലാതെ പുരുഷാധമന്മാർക്ക് ഓരോരോ ശക്തികൾ കൊണ്ട് സംസാരത്തിൽ ബന്ധമുണ്ടാം. അപ്പൊ ഭക്തി ചിന്തിക്കണം. താമസഭക്തി വേണ്ട, രാജസഭക്തിയും വേണ്ട, ഇനി സത്യഭക്തി കൊണ്ടു നടക്കാം, പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ അതും വേണ്ട. ഗുണാതീതമായിരിക്കുന്ന ഭക്തിയിലേക്ക് എത്തിയാലേ മോക്ഷമുള്ളൂ. മോക്ഷമാണ് പ്രതിപാദ്യ വിഷയം. കപിലഗീതയിൽ തന്റെ അമ്മയ്ക്ക് മോക്ഷം കൊടുക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ഭക്തിയില്ലാതെ പുരുഷാധമന്മാർക്ക് ഓരോരോ ശക്തികൾ കൊണ്ട് സംസാരത്തിൽ ബന്ധമുണ്ടാം. ഈ പ്രപഞ്ചത്തിൽ കെട്ടിക്കിടക്കാനുള്ള കാരണം ഭക്തിയില്ലാത്തതാണ്. അത്യന്തം ദുഃഖാത്മകം സംസാരമെന്നാകിലും ചിത്തത്തിൽ മായാവശാലങ്ങളിൽ അപേക്ഷിക്കും തൃഷ്ണയും നിമിത്തമായി ഉൾത്താരിൽ അറിഞ്ഞിടം തൃഷ്ണ കൂടാതെയുണ്ടാകുന്ന കർമ്മങ്ങളാൽ സ്വർഗവും നരകവും വന്നുകൂടിയിടുന്ന പോൽ. ഇനി സ്വർഗനരകങ്ങൾ നമ്മുടെ കർമ്മം കൊണ്ടുണ്ടാകുന്നതാണ്. അത് ഓരോരോ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ കർമ്മത്തിന്റെ പരിണതഫലമായിട്ട് നരകത്തിൽ പോകാം, സ്വർഗത്തിൽ പോകാം. പക്ഷേ ഒക്കെ രണ്ടിലും അങ്ങ് സുഖങ്ങൾ ഇടതോറും അപ്പോഴോ സുഖം നിരൂപിച്ചതിൽ അപേക്ഷിക്കുമ്പോൾ പോവിൽ അതുകൊണ്ട് രാഗങ്ങൾ വർദ്ധിക്കുന്നു. പുണ്യപാപങ്ങൾ രണ്ടും കർമ്മഭേദങ്ങളാലേ വന്നുകൂടിയിടും നൂനം സംസാര ഭ്രമണത്താൽ
പാപത്താൽ പ്രതികാലേയ മദണ്ഡവും അനുപ്രാപിക്കും. നരകവും ദുർഭകനാകുന്നവൻ വേദന കൊണ്ട് കിടക്കുന്നേരം തത്വജ്ഞാനം സാധിച്ച് ഭഗവത് സേവാരതനാകും നേരം മാസങ്ങൾ തികഞ്ഞുടൻ ജാതനായി വരും. പിന്നെ ഓരോരോ കർമ്മത്തിന്റെ ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. പുണ്യപാപം, അതുപോലെ ഈ പറയുന്ന പുണ്യപാപങ്ങളെ കൊണ്ട് ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നരകം അല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ ജനനം. ഈ ജനനം എന്ന് പറയുന്ന പോലും നമ്മുടെ കർമ്മത്തിന് വിധേയമായിട്ടാണ്. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാലോ നമ്മൾ പിന്നെയും സാധിച്ചു ഭഗവത് സേവാരതനാകും നേരം മാസങ്ങൾ തികഞ്ഞുടൻ ജാതനായി വരും. പിന്നെ മാതാവാൽ അനുദിനം ശിക്ഷിക്കും പിതാവാലും. അങ്ങനെ ദേഹം പോഷിപ്പിച്ച് ഓരോരോ വിഷയങ്ങൾ സംഘിച്ച് കർമ്മങ്ങളെ ചെയ്ത് അനുദിനം കർമ്മനീതികൾക്കൊത്തവണ്ണമേ ഗതിഭേദം കർമ്മങ്ങൾ സംസാരത്തിൽ വന്നനുഭവിക്കുന്നു എന്നെല്ലാം ഇരിക്കുമ്പോൾ ഭക്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാൽ പുരുഷാർത്ഥം സാധിക്കാവുന്നല്ലോ നിർണയം. ഭക്തി തന്നെ വേണം. ആ ഭക്തിയെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. എങ്ങനെയുള്ള ഭക്തി? ഭക്തി കൊണ്ടാണ് മനസ്സ് യോഗാവസ്ഥയെ പ്രാപിക്കുന്നത്. ആ യോഗം എന്ന് പറയുന്ന അനിവാര്യ ഘടകവുമാണ്. അത്തരത്തിൽ മനം എന്ന് പറയുന്ന മനയേവ മനുഷ്യാണം കാരണം എന്ന മോക്ഷയോ എന്ന് പറയുന്ന രീതിയിൽ മനസ്സിനെ മെരുക്കിയെടുക്കാനാണ് ഭക്തി. അത് താമസമാവുമ്പോൾ രൂക്ഷം, രാജസമാവുമ്പോൾ അതും ഗതികെട്ടത്. ഇനി സാത്വികം എന്ന് പറയുമ്പോൾ കുറച്ച് ഭേദമെന്ന് മാത്രം. ഗുണാതീതമാവുന്ന ഭാവത്തിലേക്ക് വരെയുള്ള ഭക്തി നിഷ്കാമമാകുന്നു. നിഷ്കാമം നിർഗുണം എന്ന് പറയുന്ന ഭക്തിയിലേക്ക് അടക്കുമ്പോൾ നമുക്ക് മോക്ഷത്തിനുള്ള അവകാശം ജനിക്കുന്നു എന്ന്. ഏതായാലും മോക്ഷപ്രാപ്തിക്ക് അനിവാര്യമായിരിക്കുന്ന ഭക്തിയെല്ലാം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് മുമുക്ഷുവായിരിക്കുന്ന സ്വതവേ ജന്മനാ തന്നെ ഇൻഹറന്റ് ക്വാളിറ്റിയാണ് കർദമ പ്രജാപതിയുടെ ഭാര്യയായ ദേവഹൂതിയുടെ ജനിച്ച സമയത്ത് തന്നെ അവൾ വാസ്തവത്തിൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ജീവിക്കുന്നവളാണ്. അങ്ങനെയുള്ള അവൾക്ക് മോക്ഷത്തിനുള്ള മാർഗമെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ അച്യുതാനന്ദം വളർന്ന് അന്യൂന ആനന്ദം വളർത്തഞ്ചസാരമിപ്പിച്ചാൽ വന്നീടുന്നത് തന്നെ നിത്യവും ശീലിച്ച് ആത്മസന്നിധവും സർവവും സമർപ്പിപ്പൻ അവൻ അപ്പോൾ മോക്ഷം പിന്നെ അങ്ങ് അധോഗതി വന്നുകൂടായും വരുമെന്നെല്ലാം അനുനയിപ്പിച്ച് മാതാവിനെ എല്ലാം തന്നെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ഈശ്വരൻ സമർപ്പിച്ചുകൊണ്ട് മനസ്സും ബുദ്ധിയും ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ ടോട്ടൽ സറണ്ടർ അങ്ങനെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്തു കൊണ്ടുപോയാൽ പിന്നെ അധപ്പതനം എന്ന് പറയുന്ന കാര്യമില്ല. ജനനവിഹീനമായിരിക്കുന്ന, അതുകൊണ്ട് മരണവിഹീനമായിരിക്കുന്ന, അങ്ങനെ ജനന മരണ വിഹീനമായിരിക്കുന്ന മുക്തി എന്ന് പറയുന്ന പദത്തെ അലങ്കരിക്കാൻ സാധിക്കുമെന്ന് ചുരുക്കി. എപ്രകാരമാണോ നാരായണീയത്തിൽ നമ്മൾ കണ്ടത്, ആ പ്രത്യേക ദശകത്തിൽ 10 ശ്ലോകങ്ങളിലൂടെ കണ്ടത്, അതേപോലെ തന്നെ ഇവിടെയും സംക്ഷിപ്തമായിട്ട് നാം ഈ 8 അധ്യായങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഭാഗവതത്തിലെ കപിലഗീത ഇവിടെയും നമ്മൾ വായിക്കുന്നു. ഒരിക്കലും ഈ പറയുന്ന എഴുത്തച്ഛന്റെ ആ ഭാഗവതത്തെ അങ്ങനെ നിരാകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതെന്നല്ല. അദ്ദേഹം എഴുതിപ്പിടിപ്പിച്ച് നമുക്ക് തന്നു വായിക്കാൻ തന്നെ നമ്മൾ കൂട്ടാക്കുന്നില്ല. തെക്കൻ സമ്പ്രദായത്തിൽ സപ്താഹം നടത്തിക്കൊണ്ട് കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നതല്ലാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ സ്വയം പ്രാവർത്തികമാക്കാനോ സ്വായത്തമാക്കാനോ അതൊന്നും ശ്രമിക്കാതെ നമ്മൾ കാട് കയറിപ്പോയത് കുറ്റം പറയുന്ന എന്താ മൂലം ഭാഗവത്തിലേ ഉള്ളൂ, മലയാളത്തിലൊന്നുമില്ല എന്നെല്ലാം പറയുന്ന വിഡ്ഢിത്തമാണ്. നിങ്ങൾ നാരായണീയവും വായിക്കണം, പൂന്താനത്തിന്റെ ആനപ്പാനയും വായിക്കണം. ഭാഗവത്തെ എല്ലാവരും തന്നെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് മലയാളീകരിച്ചെന്ന അനവധി കൃതികളുണ്ട്. അതെല്ലാം തന്നെ അന്വേഷിക്കണം, നോക്കണം. അതിലൂടെ ഈ പറയുന്ന എഴുത്തച്ഛനെയും വാസ്തവത്തിൽ മലയാളം മോശം എന്ന് പറയുന്ന രീതിയിലേക്ക് ആകരുത്. നമ്മുടെ ഭാഷയ്ക്ക് സംശുദ്ധിയും ഭാഷയ്ക്ക് എന്തെന്നില്ലാത്ത പ്രാവീണ്യവും അതിലൂടെ നമുക്ക് മോചനവും കിട്ടാൻ ഉതകുന്ന ഈ കേരള ഭാഷാഗാനം എന്ന് പറയുന്ന ഭാഗവതം എഴുത്തച്ഛന്റെ ഭാഗവത്തിലൂടെയും ഈ ദിവസം നമ്മൾ കടന്നുപോയി. ഇനിയുള്ള 2 ദിവസക്കാലം 2 or 3 ദിവസക്കാലം കൊണ്ട് നമുക്ക് ഈ ഭാഗവതത്തിലെ മൂലത്തിലെ കപില ഗീത എന്നെല്ലാം നമ്മൾ പറയുന്ന അത്യുദാത്തമായിരിക്കുന്ന അമ്മയ്ക്ക് ഈ മകനുപദേശിച്ചു കൊടുക്കുന്ന ഗീത നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.